ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ മാത്യൂസ്. നമ്മൾ ഡെസേർട്സ് എന്ന ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയ SCERT ടെക്സ്റ്റും കൂടെ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് ഇത് പഠിക്കാനായിട്ട്. ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ധാരാളം കുറേ പുതിയ അറിവുകൾ, ന്യൂ ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് നമുക്കിത് 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് പാർട്ടിൽ എന്താണ് ഡെസേർട്സ്, അതിൻ്റെ ലൊക്കേഷൻ, അതിർത്തികൾ, ബൗണ്ടറീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സെക്കൻഡ് പാർട്ടിൽ ഡെസേർട്സിൻ്റെ ലാൻഡ് ഫോംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. തുടങ്ങാം. എന്താണ് ഡെസേർട്സ്? ഡെസേർട്സ് ആർ ജനറലി ദ പ്ലേസസ് ദാറ്റ് റിസീവ് an annual rainfall of less than 25 സെൻറ്റിമീറ്റർ. 25 സെൻറ്റിമീറ്ററിൽ താഴെ വാർഷിക വർഷപാതം, ആനുവൽ റെയിൻഫോൾ ലഭിക്കുന്ന സ്ഥലങ്ങളെയാണ് നമുക്ക് ഡെസേർട്സ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പറയുന്നതല്ല, നമ്മുടെ ടെക്സ്റ്റ് പറയുന്നതാണ്. ടെക്സ്റ്റ് തുടങ്ങുന്നത് തന്നെ SCERT ടെക്സ്റ്റാണ്. തുടങ്ങുന്നത് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വഴിയാണ്. നമ്മുടെ +1 ടെക്സ്റ്റിൽ നമുക്ക് ഡെസേർട്സിനെ പറ്റി പഠിക്കാനുണ്ട്. ആകെ ഒരു പേജിലാണ് പഠിക്കാനുള്ളത്. ഈ SCERTക്കകത്ത് ഏകദേശം 10, 25, 30 പേജുകൾക്കകത്ത് കണ്ടന്റ് ഉണ്ട്. അതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല ഇൻഫർമേഷൻസും പല കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. The word desert is derived from the Latin word desertum. ഉണ്ടോ? ഡെസേർട്ട് എന്ന പദം ലാറ്റിൻ പദമായ ഡെസേർട്ടത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത്. വിച്ച് മീൻസ് അബാൻഡൻഡ് പ്ലേസ്, നമുക്ക് ഉപേക്ഷിച്ച സ്ഥലം എന്നൊക്കെ അർത്ഥത്തിലാണ് ഡെസേർട്ട് എന്ന വാക്ക് വന്നിട്ടുള്ളത്. ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഡെസേർട്ട് എന്ന ഇംഗ്ലീഷ് പദം വന്നത്. അതിൻ്റെ അർത്ഥം അബാൻഡൻഡ് പ്ലേസ് എന്നാണ്, ഉപേക്ഷിച്ച പ്രദേശം എന്നാണ്. ദ സ്റ്റഡി ഓഫ് ഡെസേർട്സ് ഈസ് കോൾഡ് എറിമോളജി. പഠിച്ചോണം, നല്ല പോയിന്റാണ്. ദ സ്റ്റഡി ഓഫ് ഡെസേർട്സ് ഈസ് കോൾഡ് എറിമോളജി. മരുഭൂമികളെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണിത്, എറിമോളജി. 2 തരം മരുഭൂമികളെ ജനറലി 2ആയിട്ട് തരംതിരിക്കുന്നു. ഒന്ന് കോൾഡ് ഡെസേർട്സ്, ശൈത്യ മരുഭൂമി അല്ലെങ്കിൽ ശീത മരുഭൂമി. 2 ഹോട്ട് ഡെസേർട്സ്, ഉഷ്ണ മരുഭൂമി. ദ ഹോട്ട് ഡെസേർട്സ് ആർ ആരിഡ് പ്ലേസസ് ജനറലി ഫൗണ്ട് ബിറ്റ്വീൻ 15 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് along the western margins of the continents. നോക്കിയേ, ഹോട്ട് ഡെസേർട്സിന്റെ സ്ഥാനം പറയുന്നുണ്ട്. ഭൂമിയിലെ ഹോട്ട് ഡെസേർട്സിന്റെ സ്ഥാനം ഒന്ന് പഠിച്ചു. 15 ഡിഗ്രിക്കും 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കും ഇടയിലാണ് ഭൂമിയിലെ ഹോട്ട് ഡെസേർട്സ് കാണപ്പെടുന്നത്. അത് കൂടുതലും കാണപ്പെടുന്നത് കോണ്ടിനെന്റ്സിന്റെ, ഭൂഖണ്ഡങ്ങളുടെ വെസ്റ്റേൺ മാർജിനിലാണ്. എന്തുകൊണ്ടായിരിക്കാം കോണ്ടിനെന്റ്സിന്റെ വെസ്റ്റേൺ മാർജിനിൽ കാണപ്പെടുന്നത്? എന്തുകൊണ്ടാണ് 15 ഡിഗ്രിക്കും 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിനും ഇടയിൽ ഹോട്ട് ഡെസേർട്സിന്റെ സ്ഥാനം? ഭൂമിയുടെ ഗ്ലോബിന്റെ ഒരു ജസ്റ്റ് ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഭൂമധ്യരേഖയിൽ നിന്ന് 15 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും, ഭൂമധ്യരേഖയിൽ നിന്ന് 15 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയ്ക്കാണ് ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രദേശത്ത് ഉഷ്ണമരുഭൂമികൾ കൂടുതലായി കാണപ്പെടുന്നത്? അല്ലെങ്കിൽ ഇവരുടെ സ്ഥാനം ഈ ഒരു മേഖലയിലേക്ക് കൺഫൈൻ ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? നമ്മൾ കേട്ടിട്ടുണ്ട്, ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലാണ്. ഈ ഒരു പ്രദേശം ഉയർന്ന അളവിൽ കൺവെക്ഷൻ നടക്കുന്ന സ്ഥലമാണ്. കൺവെക്ഷൻ എന്ന് വെച്ചാൽ സംവഹനം, ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുന്ന പ്രദേശമാണ് 0 ഡിഗ്രി. ഈ മുകളിലേക്ക് ഉയരുന്ന വായു വശങ്ങളിലേക്ക് സഞ്ചരിച്ച് ഏകദേശം ഈ പറഞ്ഞ 15 to 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിൽ അവിടെ പോയി സിങ്ക് ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ് റൈസ് ചെയ്യുന്നത്? 0 ഡിഗ്രിയിൽ എയർ റൈസ് ചെയ്യുന്നു. എവിടെയാണ് സിങ്ക് ചെയ്യുന്നത്? 15-30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ അത് സിങ്ക് ചെയ്യുന്നു. ഈ സിങ്ക് ചെയ്യുന്ന മേഖല സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺസ് എന്നറിയപ്പെടുന്നു. ഈ മേഖലയെ നമ്മൾ വിളിക്കുന്നത് എന്താ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺസ്. എയർ റൈസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, അതായത് കൺവെക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ, 0 ഡിഗ്രി ഭൂമധ്യരേഖയോട് ചേർന്ന സ്ഥലങ്ങളിൽ മഴ ലഭിക്കാറുണ്ട്. അതായത് വർഷം മുഴുവൻ ഒരേ അളവിൽ താപനില ലഭിക്കുന്ന സ്ഥലങ്ങളാണ് കൺവെക്ഷൻ നടക്കത്തുള്ളൂ. അല്ലാതെ എല്ലാ ചൂടുള്ള സ്ഥലങ്ങളിലും കണ്ടിന്യൂസ് ഫ്രീക്വന്റ് ആയിട്ടുള്ള കൺവെക്ഷൻ നടക്കത്തില്ല. വർഷം മുഴുവൻ ഏകദേശം ഒരേപോലെ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് കൺവെക്ഷന്റെ പ്രവർത്തനം കൂടുതലുള്ളത്, അല്ലെങ്കിൽ കൺവെക്ഷൻ സംവഹന പ്രവൃത്തി കൂടുതൽ നടക്കുന്നത്. അവിടെ എന്ത് കിട്ടും? വർഷം മുഴുവൻ മഴയും കിട്ടും. ഇപ്പോൾ 30 ഡിഗ്രിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ സൂര്യപ്രകാശം, 30 ഡിഗ്രി നോർത്തിന്റെ കേസ് എടുത്താൽ സൂര്യപ്രകാശം സദേൺ ഹെമിസ്ഫിയറിലേക്ക് കേന്ദ്രീകരിക്കുന്ന മാസങ്ങളിൽ, അതായത് ഡിസംബർ മാസങ്ങളിലൊക്കെ, നമ്മുടെ ദക്ഷിണാർദ്ധഗോളത്തിലെ ചൂടുള്ള മാസങ്ങൾ, നമ്മുടെ വേനൽക്കാലം, അവരുടെ ഉഷ്ണകാലത്തൊക്കെ ഇവിടെ എന്തായിരിക്കും? ഈ ഭാഗത്ത്, ഈ നോർത്ത് ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? തണുപ്പായിരിക്കും. നമ്മുടെ ഡിസംബർ മാസമൊക്കെ ഇവിടെ തണുപ്പായിരിക്കും. ഓക്കെ, ഡിസംബർ മാസം. അപ്പം ഡിസംബർ മാസം എങ്ങോട്ടാ? സൂര്യപ്രകാശം ദക്ഷിണാർദ്ധഗോളം സദേൺ ഹെമിസ്ഫിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നോർത്ത് ഹെമിസ്ഫിയറിൽ തണുപ്പായിരിക്കും. അതേപോലെ തന്നെ തിരിച്ചും
സൂര്യപ്രകാശം നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ജൂൺ മാസങ്ങളിലേക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ സദേൺ ഹെമിസ്ഫിയർ തണുപ്പായിരിക്കും. അപ്പോൾ വർഷം മുഴുവൻ ഒരേപോലെ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം ഭൂമധ്യരേഖ പ്രദേശമാണ്. അവിടെയാണ് കൂടുതലും ഈ കൺവെക്ഷൻ നടക്കുന്നത്. കൺവെക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ എന്ത് കിട്ടും? കൂടുതൽ മഴ കിട്ടും. അവിടെ ഡെസേർട്ട്സ് ഉണ്ടാവത്തില്ല. അവിടെ എന്തായിരിക്കും? എവർഗ്രീൻ ഫോറസ്റ്റ് ആയിരിക്കും. പക്ഷെ അവിടെ നിന്ന് ഉയരുന്ന വായു പോയി സിങ്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ അവിടെ എന്തായിരിക്കും? അവിടെ മഴ ലഭിക്കത്തില്ല. അവിടെ ഡെസേർട്ടുകളായി മാറും. വേറെ രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ ഇത് 0 ഡിഗ്രി, ഇത് രണ്ടും 15 to 30 ഡിഗ്രി. ഇവിടെ 15 to 30, ഇത് 0 ഡിഗ്രിയിൽ നിന്ന് വായു ചൂട് പിടിച്ച് ഉയരും. ഇവിടെ കൺവെക്ഷൻ നടക്കും. ഇവിടെ എന്തുണ്ടാവും? ക്ലൗഡ്സ് ഉണ്ടാവും, മഴ പെയ്യും. 0 ഡിഗ്രിയിൽ റെയിൻഫോൾ ലഭിക്കും. അവിടെ എന്ത് വെജിറ്റേഷൻ ആയിരിക്കും? പറ, എന്ത് ടൈപ്പ് വെജിറ്റേഷൻ ആയിരിക്കും ഇവിടെ ഈ മേഖലയിൽ? നമ്മുടെ എവർഗ്രീൻ ഫോറസ്റ്റ് വെജിറ്റേഷൻ ആയിരിക്കും ഇവിടെ. ഈ മുകളിലേക്ക് ഉയർന്ന വായു വശങ്ങളിലേക്ക് രണ്ട് സൈഡിലേക്കും വശങ്ങളിലേക്ക് ചലിച്ച്, നമുക്കറിയാം ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയർന്നാൽ അവ ധ്രുവ പ്രദേശങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം മുകളിൽ എത്തിക്കുന്ന പ്രഷർ കുറവാണ്. സോ അത് എന്ത് ചെയ്യും? കൂടുതൽ ഡൈവേർജ് ചെയ്ത് രണ്ട് ധ്രുവ പ്രദേശങ്ങളിലേക്ക് പതുക്കെ അത് മൂവ് ചെയ്യും. ഇങ്ങനെ മൂവ് ചെയ്യുന്ന വായു തണുത്ത് ഈ 15-30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിൽ പോയി സിങ്ക് ചെയ്യും. ഉണ്ടോ? എയർ സിങ്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് നടക്കത്തില്ല? എയർ റൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്നാ? ഹൈ പ്രഷറിൽ എയർ താഴേക്ക് സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. തണുത്ത വായു താഴേക്ക് സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ അവിടെ എന്ത് നടക്കത്തില്ല? കൺവെക്ഷൻ നടക്കത്തില്ല. കൺവെക്ഷൻ നടന്നില്ലെങ്കിൽ എന്തുണ്ടാവത്തില്ല? മേഘങ്ങൾ ഉണ്ടാവത്തില്ല. നോ ക്ലൗഡ്സ് ഇല്ലെങ്കിൽ എന്തില്ല? റെയിൻഫോൾ ഇല്ല. അപ്പോൾ എയർ സിങ്ക് ചെയ്യുന്ന സ്ഥലത്ത് ഹൈ പ്രഷറിൽ താഴേക്ക് ഗ്രൗണ്ടിലേക്ക് അത് സിങ്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹൈ പ്രഷറിൽ അത് താഴേക്ക് പുഷ് ചെയ്യപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ അവിടെ കൺവെക്ഷൻ നടക്കത്തില്ല. എയർ മുകളിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ എയറിനകത്തുള്ള വാട്ടർ വേപ്പറിലെ ക്ലൗഡ് ഉണ്ടാവേണ്ടത്. ക്ലൗഡ്സ് ഉണ്ടാകുന്ന എയറിനകത്തുള്ള വാട്ടർ വേപ്പറിൽ നിന്നല്ലേ? ക്ലൗഡ്സ് ഉണ്ടാവുന്നില്ല 15-30 ഡിഗ്രിയിൽ. അവിടെ അതുകൊണ്ട് എന്തുണ്ടാകുന്നില്ല? മഴ ലഭിക്കുന്നില്ല. മഴ ലഭിക്കാത്ത ഈ സ്ഥലങ്ങൾ എന്തായി മാറുന്നു? ഡെസേർട്ട്സ് ആയി മാറുന്നു, മരുഭൂമികളായി മാറുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ്. എന്തുകൊണ്ടാണ് ഭൂഖണ്ഡങ്ങളുടെ വെസ്റ്റേൺ മാർജിനിലായിട്ട് മരുഭൂമികൾ കാണപ്പെടുന്നത്? നമുക്കറിയാം, ഒരു ഭൂഖണ്ഡം നമുക്കെടുക്കാം, ഇതെടുക്കാം. ഒരു ഭൂഖണ്ഡം, ഏതെങ്കിലും ഒരു ഭൂഖണ്ഡം എടുക്കുന്നു. ട്രോപ്പിക്കൽ റീജിയൻ, ഉഷ്ണമേഖല പ്രദേശത്തുള്ള ഭൂഖണ്ഡമാണെന്ന് വിചാരിക്കുക. 30 ഡിഗ്രിക്കും 0 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള ഭൂഖണ്ഡമാണെന്ന് വിചാരിക്കുക. ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട കാറ്റ് എന്ന് പറഞ്ഞാൽ ട്രേഡ് വിൻസ് ആണ്, വാണിജ്യവാദങ്ങൾ എന്ന് അറിയപ്പെടുന്ന ഒരു വിൻഡ് ഇവിടെയുണ്ട്. ഈ വാണിജ്യവാദങ്ങൾ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് വീശുന്നത്. ഉണ്ടോ? ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക്. അതായത് ഒരു ഭൂഖണ്ഡത്തിന്റെ ഈസ്റ്റ് ഡയറക്ഷനിൽ കണ്ടോ, അതിലൂടെ പോയിട്ട് വെസ്റ്റിലേക്ക് ഇങ്ങനെ പോകുന്ന കാറ്റാണ് ട്രേഡ് വിൻസ്. ഭൂഖണ്ഡത്തിന്റെ ഏത് പ്രദേശത്തേക്കാണോ പ്രവേശിക്കുന്നത്? ഭൂഖണ്ഡത്തിന്റെ ഈസ്റ്റ് ഭാഗത്തേക്കല്ല ആദ്യം പ്രവേശിക്കുന്നത്. കാരണം അത് ഈസ്റ്റ് ടു വെസ്റ്റ് മൂവ് ചെയ്യുന്ന വിൻഡ് അല്ലേ. ഈ ഈസ്റ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള മൗണ്ടെയിൻസിലൊക്കെ തട്ടി ഇത് കൊണ്ടുവന്നിട്ടുള്ള മോയ്സ്ചർ എന്ത് ചെയ്യുന്നു? തണുത്ത് മേഘങ്ങളായിട്ട് മാറി ഇവിടെ എന്ത് കിട്ടുന്നു? ഈസ്റ്റ് ഭാഗത്ത് എന്ത് കിട്ടുന്നു? റെയിൻഫോൾ, മഴ ലഭിക്കുന്നു. പതുക്കെ ഈ വിൻഡ് വെസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിനകത്തുള്ള ഈർപ്പം കുറഞ്ഞ് അത് എന്തായി മാറും? ഡ്രൈ വിൻഡായി മാറും. അതുകൊണ്ടാണ് ഈ വെസ്റ്റേൺ റീജിയണിലൊക്കെ ഭൂഖണ്ഡങ്ങളുടെ വെസ്റ്റേൺ റീജിയണിൽ വരണ്ട പ്രദേശങ്ങൾ അല്ലെങ്കിൽ മരുഭൂമികൾ കാണപ്പെടുന്നത്. ഞാൻ രണ്ടും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. എയർ സിങ്ക് ചെയ്യുന്ന സ്ഥലത്ത്, എയർ റൈസ് ചെയ്യുന്നിടത്ത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, എയർ സിങ്ക് ചെയ്യുന്ന സ്ഥലത്ത് ഡെസേർട്ട്. എന്തുകൊണ്ട് ട്രോപ്പിക്കൽ റീജിയണിൽ, ഭൂഖണ്ഡങ്ങളുടെ വെസ്റ്റേൺ റീജിയണിൽ തന്നെ, ഏഷ്യയുടെ വെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മൊത്തം മരുഭൂമിയാണല്ലോ. അറേബ്യൻ ഡെസേർട്ട്, ഇറാനിയൻ ഡെസേർട്ട്, സൗദി, ആ ഭാഗങ്ങളെല്ലാം ഏഷ്യയുടെ വെസ്റ്റ് അല്ലേ. അതുപോലെ അമേരിക്കയുടെ വെസ്റ്റ് എടുത്തോ, കാലിഫോർണിയ മേഖല മൊത്തം ഡെസേർട്ട്, ആ പ്രദേശം മുഴുവൻ ഡെസേർട്ടാണ്. ആഫ്രിക്കയുടെ വെസ്റ്റ് എടുക്ക്, അറ്റ്ലസ് മൗണ്ടനോട് ചേർന്ന് കിടക്കുന്ന സഹാറ മരുഭൂമി മുഴുവൻ ഡെസേർട്സ് ആണ്. സൗത്ത് അമേരിക്ക എടുക്കുക, അതിന്റെ പടിഞ്ഞാറ് വശം ചിലി, പെറു തുടങ്ങിയ രാജ്യങ്ങളോട് ചേർന്നെല്ലാം ഡെസേർട്ടാണ്. അറ്റക്കാമ പോലെയുള്ള ഡെസേർട്സ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഭൂഖണ്ഡങ്ങളുടെയും പടിഞ്ഞാറ് ഭാഗത്ത് ട്രോപ്പിക്കൽ റീജിയൻ 30-0 ഡിഗ്രിക്ക് ഇടയ്ക്കുള്ള പ്രദേശത്ത് കേട്ടോ, ട്രോപ്പിക്കൽ റീജിയന്റെ വെസ്റ്റേൺ ഭാഗത്താണ് ഹോട്ട് ഡെസേർട്സ് ഉള്ളത്. ഹോട്ട് ഡെസേർട്സ് ഉള്ളത് കേട്ടോ. അതിന്റെ കാരണം ട്രേഡ് വിൻസ് ആണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് എത്ര ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് മനസ്സിലായോ? 15-30 ഡിഗ്രിയിൽ എയർ സിങ്ക് ചെയ്യുന്നതായതുകൊണ്ട് അവിടെ ഡെസേർട്സ്. ഓക്കെ, 0 ഡിഗ്രിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വർഷം മുഴുവൻ 12 മാസവും ഒരേ അളവിൽ അവിടെ സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ട് അവിടെ കൺവെക്ഷൻ കൂടുതലാണ്. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ കൺവെക്ഷൻ കൂടുതലാണ്. ആ കൺവെക്ഷൻ നടക്കുന്ന പ്രദേശങ്ങളിൽ വായു മുകളിലേക്ക് ഉയർന്ന് ഡൈവേർജ് ചെയ്യും. പ്രഷർ കുറഞ്ഞ അപ്പർ പോർഷനിലേക്ക് എത്തുമ്പോൾ, അറ്റ്മോസ്ഫിയറിന്റെ അപ്പർ പോർഷനിലേക്ക് എത്തുമ്പോൾ ഡൈവേർജ് ചെയ്ത് അത് വശങ്ങളിലേക്ക് മൂവ് ചെയ്യുന്ന വായു തണുത്ത് എവിടെ പോയി പതിക്കും? 15-30 ഡിഗ്രി സെൽഷ്യസിന്റെ ഭാഗത്ത് പോയി പതിക്കും. മനസ്സിലായോ? അപ്പോൾ അവിടെ എയർ സിങ്ക് ചെയ്യും. ഹൈ പ്രഷറിൽ അത് താഴേക്ക് പുഷ് ചെയ്യപ്പെടും. അപ്പോൾ മുകളിലേക്ക് കൺവെക്ഷൻ നടക്കാതെ വരും. കൺവെക്ഷൻ നടക്കാതെ വന്നു കഴിഞ്ഞാൽ മേഘങ്ങൾ ഉണ്ടാകത്തില്ല, മഴ കിട്ടത്തില്ല. ഓക്കെ, ക്ലിയർ. ഇനി ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ വെരി ഹൈ ടെമ്പറേച്ചർ
ഡ്യൂറിങ് ദ ഡേ ടൈം ആൻഡ് വെരി ലോ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. മരുഭൂമികളുടെ പ്രത്യേകത പറഞ്ഞത് അല്ലേ, അവർ പകൽ സമയത്ത് മരുഭൂമികൾ ഉയർന്ന താപനിലയായിരിക്കും, ഡേ ടൈമിൽ അതുപോലെ തന്നെ രാത്രി സമയത്ത് താപനില കുറയും. ഇപ്പോൾ ഹോട്ട് ഡെസേർട്സിൻ്റെ കേസാണ് പറയുന്നത്. ഉഷ്ണമരുഭൂമികളിൽ പകൽ സമയത്ത് ചൂടാണ്, പക്ഷേ രാത്രി സമയത്ത് അവർക്ക് എന്താണ്, ഉഷ്ണമരുഭൂമിയിൽ എന്താണ്, തണുപ്പാണ്. ദ ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ ഇൻ ഹോട്ട് ഡെസേർട്ട്. എന്താണ് ഡയർണൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ? ദൈനിക താപാന്തരം, അതായത് ഒരു ദിവസത്തെ കൂടിയ താപനില. ഇപ്പോൾ പകൽ സമയം താപനില 40-45 വരെയൊക്കെ വരും, രാത്രി താപനില കുറഞ്ഞ് 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 ഒരു 5 ഡിഗ്രി 10 ഡിഗ്രിക്ക് വരും. ഉദാഹരണം 10 എടുക്കാം. ഇവർ നമ്മളെ വ്യത്യാസത്തെയാണ് ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. 35 ഡിഗ്രി സെൽഷ്യസിന് വ്യത്യാസമുണ്ട് കണ്ടോ. ഇത് കൂടുതലായിരിക്കും ഡെസേർട്സിൽ. എന്നാൽ സമുദ്രത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ കോസ്റ്റൽ പ്ലെയിൻസ് നമ്മൾ പഠിച്ചാണ്, കോസ്റ്റൽ പ്ലെയിൻസിലൊക്കെ പകൽ സമയത്ത് താപനില 40, രാത്രി സമയത്തും താപനില ഭയങ്കരമായിട്ട് കുറയത്തില്ല. അപ്പോൾ പകൽ സമയത്ത് ഒരു 35 വന്നു, ഒരു ഓവർ എക്സ്ട്രീമിലേക്ക് പോകുന്നില്ല. പകൽ സമയം, രാത്രി സമയം ഒരു ഓവർ എക്സ്ട്രീം തണുപ്പിലേക്ക് പോകുന്നില്ല, ഒരു 25ലേക്ക് കുറഞ്ഞു. 10 ഉള്ളൂ ഇവിടെയൊക്കെ വ്യത്യാസം. ദൈനിക താപാന്തരം ഇവിടെ കുറവാണ്. എന്നാൽ മരുഭൂമി പോലുള്ള പ്രദേശങ്ങളിൽ ചൂടാണെങ്കിൽ എക്സ്ട്രീം ചൂട്, തണുപ്പാണെങ്കിൽ എക്സ്ട്രീം തണുപ്പ്. അതാണ് അർത്ഥം അല്ലേ. ചൂടാണെങ്കിൽ 40, 45, 50 വരെയൊക്കെ പോകും, തണുപ്പാണെങ്കിൽ അത് 0 വരെ പോകാം ചിലപ്പോൾ. അപ്പോൾ ആ വ്യത്യാസം കൂടുതലാണ്, ചൂടും തണുപ്പും തമ്മിലുള്ള വ്യത്യാസം അവിടെ കൂടുതൽ. ഇതിനാണ് നമ്മൾ ഡയർണൽ റേഞ്ച്, ദൈനിക താപാന്തരം എന്ന് വിളിക്കുന്നത്. ഈ 3 പോയിന്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചുമ്മാ ഒരു വായനയിൽ ഇത് കിട്ടത്തില്ല, വെറുതെ വായിച്ചു പോയി കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് മനസ്സിലാവത്തില്ല. ഞാനത് കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ദ കോൾഡ് ഡെസേർട്സ്, ഇനി രണ്ടാമത്തെ കോൾഡ് ഡെസേർട്സിനെ പറ്റി പറഞ്ഞാൽ, ആർ ദ പ്ലേസസ് വിത്ത് പെർമനന്റ് സ്നോ കവർ വേർ വി എക്സ്പീരിയൻസ് എക്സ്ട്രീം കോൾഡ് ത്രൂ ഔട്ട് ഇയർ. നമുക്ക് ലഡാക്കൊക്കെ നമുക്ക് എടുക്കാം. ലഡാക്ക് പോലെ നമ്മുടെ ഇന്ത്യയുടെ ശൈത്യ മരുഭൂമി എന്നാണ് വിളിക്കുന്നത്. വർഷത്തിൻ്റെ ഭൂരിഭാഗം സമയങ്ങളിലും ലഡാക്ക് തുടങ്ങിയ പ്രദേശങ്ങളിൽ എന്താണ്, മഞ്ഞ് വീണ് കിടക്കുവാണ് കണ്ടോ. സ്നോ കവറുണ്ട്. പെർമനന്റ് സ്നോ കവർ എന്ന് പറയുന്നത് ഒരു അതിഭാവുകത്വമാണ്. മെജോറിറ്റി ടൈമിലും സ്നോ കവറുള്ള വരണ്ട പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോൾഡ് ഡെസേർട്ട്സ് എന്ന് വിളിക്കുന്നത്. ലഡാക്ക് ഇന്ത്യയുടെ കോൾഡ് ഡെസേർട്ട് എന്ന വിശേഷണമുള്ളത് ലഡാക്കാണ്. ഇന്ത്യയുടെ ഹോട്ട് ഡെസേർട്ടാണ് താർ ഡെസേർട്ട്. മനസ്സിലായില്ലേ. ഇനി ദേ ആർ ഫൗണ്ട് ഇൻ പോളാർ റീജിയൻസ്, പ്രധാനമായിട്ട് പോളാർ റീജിയൻസ്, ധ്രുവ പ്രദേശങ്ങളിൽ. ആർട്ടിക്, അന്റാർട്ടിക് അല്ലെ. അന്റാർട്ടിക് ഇപ്പോൾ മൊത്തത്തിൽ ഒരു ഡെസേർട്ട് അല്ലേ, വൈറ്റ് ഡെസേർട്ട് എന്നല്ല അന്റാർട്ടിക്കിനെ വിളിക്കുന്നത് തന്നെ. പിന്നെ മൗണ്ടെയിൻസിൽ, ഉയർന്ന കുന്നുകളുടെ മുകളിൽ നമുക്ക് ഈ പറഞ്ഞ എന്താ അവിടെ ഇതൊന്നുമില്ല, വെജിറ്റേഷൻ ഇല്ല, സസ്യജാലങ്ങളൊന്നുമില്ല. മൗണ്ടെയിൻസിൻ്റെ മുകളിൽ, ഉയർന്ന മൗണ്ടെയിൻസ് നോക്കിയാൽ മതി, വലിയ വലിയ മൗണ്ടെയിൻസിൻ്റെ മുകൾ വശം നോക്കിക്കേ. ഇപ്പം എവറസ്റ്റ് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ മുകൾ വശം നിങ്ങൾ നോക്കിക്കേ, അവിടെ ഒന്നും എന്തില്ല, ഒരു സസ്യജാലങ്ങളും ഇല്ല അല്ലേ. സ്നോ മൂടിക്കിടക്കുവാണ്, ഒരു ഡെസേർട്ട് ടൈപ്പ് ക്ലൈമറ്റ് ആണ് അതെന്നാണ് അതിൻ്റെ അർത്ഥം. ഉയർന്ന പീഠഭൂമികൾ, നമ്മുടെ ഡെക്കാൻ പീഠഭൂമി എന്നല്ല, അതിലുമൊക്കെ ഉയർന്ന വലിയ പീഠഭൂമികൾക്ക് മുകളിൽ എന്തില്ല. ലഡാക്ക് തന്നെ എടുക്കാം. ലഡാക്ക് ഒരു ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമിയല്ലേ ലഡാക്ക്, അതൊരു ഡെസേർട്ട് അല്ലേ. ഇനി ടെമ്പറേറ്റ് ഹൈ പ്ലാറ്റ്യൂസ് ഓഫ് ടെമ്പറേറ്റ് റീജിയൻസ്, മിതോഷ്ണ മേഖലയിലെ ഉയർന്ന പീഠഭൂമികൾ, ഇവിടെയൊക്കെ നമുക്ക് എന്ത് കാണാം, ഈ കോൾഡ് ഡെസേർട്ട്സ് കാണാം. താർ ഡെസേർട്ട് ഓർ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ഈസ് ദ ഓൺലി ഹോട്ട് ഡെസേർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഉഷ്ണമരുഭൂമി അല്ലെങ്കിൽ ഒരേ ഒരു ഉഷ്ണമരുഭൂമിയാണ് താർ ഡെസേർട്ട്. ഇപ്പോൾ റാൻ ഓഫ് കച്ച് എടുത്താലും അത് സോൾട്ട് ഡെസേർട്ടാണ്, ലവണ മരുഭൂമി എന്നാണ് എന്നെ വിളിക്കുന്നത്. ഇനി മാത്രമല്ല, താർ ഡെസേർട്ടിന്റെ സദേൺ എക്സ്റ്റൻഷൻ ആണ് റാൻ ഓഫ് കച്ച്. അപ്പോൾ അങ്ങനെ ചേർത്ത് നമുക്ക് റാൻ ഓഫ് കച്ചിന് ഒന്നിച്ച് പറയാം. താർ ഡെസേർട്ടിന്റെ തന്നെ സദേൺ എക്സ്റ്റൻഷൻ ആണ് റാൻ ഓഫ് കച്ച്. താർ ഡെസേർട്ടിന്റെ സൗത്തിലേക്കുള്ള ഒരു ചെരിവ്, താർ ഡെസേർട്ടിന്റെ ഒരു സൗത്തിലേക്കുള്ള ചെരിവ് റാൻ ഓഫ് കച്ചിലേക്കാണ്. താർ ഡെസേർട്ടിന് നോർത്തിലേക്ക് ഒരു ചെരിവുണ്ട്, അത് പാകിസ്ഥാനിലെ സിന്ധ് മേഖലയിലേക്കാണ്. ഇനി താർ ഡെസേർട്ട് ഈസ് ആൻ എക്സ്പാൻസീവ് അരിഡ് റീജിയൻ ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വലിയ വിശാലമായിട്ടുള്ള എക്സ്പാൻസീവ് ആയിട്ടുള്ള ഒരു വളരെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു റീജിയനാണ് ഏതെന്ന് പറയുന്നത് താർ ഡെസേർട്ട് എന്ന് പറയുന്നത്. ഇനി താർ ഡെസേർട്സിന്റെ നാച്ചുറൽ ബൗണ്ടറീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. താർ ഡെസേർട്സിന്റെ നാച്ചുറൽ ബൗണ്ടറീസ്, അതിന്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് സത്ലജ് റിവർ ബേസിൻ ആണ്. സത്ലജ് റിവർ ബേസിൻ വെസ്റ്റില് ഇൻഡസ് റിവർ കടന്നു പോകുന്ന മേഖല, ഇൻഡസ് റിവർ ബേസിൻ ആണ് വെസ്റ്റില്. സൗത്തില് റാൻ ഓഫ് കച്ച് ആണ്. ഈസ്റ്റില് ആരവല്ലി മൗണ്ടെയിൻസ് ആണ്. നമ്മൾ ഇങ്ങനെ നോക്കിയാൽ അത് മനസ്സിലാവത്തില്ല, ഈ ചിത്രം നോക്കിയാൽ കിട്ടും. ഇവിടെ താർ ഡെസേർട്ട് കാണിച്ചിട്ടുണ്ട് അവർ കൃത്യമായിട്ട്. താർ ഡെസേർട്ട് കണ്ടോ. താർ ഡെസേർട്ടിന്റെ നോർത്ത് വെസ്റ്റിലായിട്ട് സത്ലജ് റിവർ ബേസിൻ. ഓക്കെ, ഇന്ത്യൻ ബോർഡറും കടന്ന് നമുക്കിത് കാണാം. താർ ഡെസേർട്ട് നോക്കിയിരിക്കേണ്ട, ഇന്ത്യയുടെ ബോർഡറിന്റെ അപ്പുറത്തേക്ക് നമുക്ക് താർ ഡെസേർട്ട് കാണാൻ പറ്റും. അതായത് ഇന്ത്യയിൽ മാത്രമല്ല താർ ഡെസേർട്ട് ഉള്ളതെന്നല്ല അതിൻ്റെ അർത്ഥം. ഇന്ത്യയുടെ ബോർഡറിന് അപ്പുറത്തേക്ക് പാകിസ്ഥാന്റെ ഈ ഭാഗങ്ങളിലും നമുക്ക് താർ ഡെസേർട്ട് കാണാം. താർ ഡെസേർട്ട് പാകിസ്ഥാനിൽ ചോലിസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവിടെയൊക്കെ കണ്ടോ. ഇന്ത്യയുടെ ബോർഡറിന് അപ്പുറത്തേക്ക് പാകിസ്ഥാനിൽ അത് ചോലിസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പാകിസ്ഥാനിലെ സിന്ധ് മേഖലയിലേക്കാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. സിന്ധ് കേട്ടോ, സിന്ധ് പ്രൊവിൻസിലേക്കാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇനി അതിന്റെ സദേൺ റീജിയൻ എങ്ങോട്ടാ, ഈ നമ്മുടെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്കും എന്ത് ചെയ്യുന്നു, സ്ലോപ്പ് ചെയ്യുന്നു. രണ്ട് സ്ലോപ്പാണ് വരുന്നത്. ഒന്ന് നോർത്തിലേക്കുള്ള എക്സ്റ്റൻഷൻ സിന്ധ് മേഖലയിലേക്ക്, സൗത്തിലേക്കുള്ള എക്സ്റ്റൻഷൻ
നമ്മുടെ റാൻ ഓഫ് കച്ചിന്റെ മേഖലയിലേക്ക്. അപ്പം ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് ഇത് കാണപ്പെടുന്നു എന്നുള്ളത് ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സത്ലജ് റിവർ ബേസിൻ ആണ് അതിന്റെ നോർത്ത് വെസ്റ്റ് ബൗണ്ടറി, സത്ലജ് റിവർ ബേസിൻ. വെസ്റ്റേൺ ബൗണ്ടറി ഇൻഡസ് റിവർ ബേസിൻ ആണ്, ഇൻഡസ് റിവർ ബേസിൻ വെസ്റ്റേൺ ബൗണ്ടറി. സത്ലജ് നോർത്ത് വെസ്റ്റ് ആണ്. ഇവിടെ ആരവല്ലി മൗണ്ടെയിൻസ് ഉണ്ട്, ആരവല്ലി കുന്നുകളാണ് ഈസ്റ്റേൺ ബൗണ്ടറി. സൗത്തിലായിട്ട് റാൻ ഓഫ് കച്ച് ഉണ്ട്, സൗത്തിലായിട്ട് റാൻ ഓഫ് കച്ച്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരവല്ലി ഈസ്റ്റേൺ ബൗണ്ടറി, ഇതാണ് സത്ലജ്, സത്ലജ് റിവർ കേട്ടോ, സത്ലജ് റിവർ ബേസിൻ നോർത്ത് വെസ്റ്റേൺ ബൗണ്ടറി. ഇനി ഇത് ഇൻഡസ്, ഇൻഡസ്, ഇൻഡസ് ആണ് വെസ്റ്റേൺ ബൗണ്ടറി, ഇൻഡസ് വെസ്റ്റ് ഉണ്ടോ, ഇൻഡസ്, ഇതാണ് ഈ ഇൻഡസ്, ഇങ്ങനെ വരുന്നതാണ് ഇൻഡസ് ഉണ്ടോ, ഇൻഡസ്, ഇൻഡസ് ആണ് വെസ്റ്റ്. സത്ലജ് ആണ് നോർത്ത് വെസ്റ്റ്, ആരവല്ലിയാണ് ഈസ്റ്റ്. ഇവിടെ ഇതാണ് റാൻ ഓഫ് കച്ച്, അതാണ് സൗത്ത്. ഓക്കെ, ക്ലിയർ. ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ബൗണ്ടറീസ് കിട്ടിയില്ലേ? ഏകദേശം 2 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് താർ മരുഭൂമിയുടെ വിസ്തൃതി. അതിൽ തന്നെ ഏകദേശം 1.25 ലക്ഷവും 1,75,000 സ്ക്വയർ കിലോമീറ്ററും ഇന്ത്യയിലാണ്. താർ മരുഭൂമി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. 2 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ്. അതിൽ തന്നെ 1.25 ലക്ഷം സ്ക്വയർ കിലോമീറ്ററും ഇന്ത്യയിലാണ്. പാകിസ്ഥാനിൽ ചോലിസ്ഥാൻ എന്നാണ് ഈ ഡെസേർട്ട് അറിയപ്പെടുന്നത്. താർ ഡെസേർട്ട് അറിയപ്പെടുന്നത് ഗ്രേറ്റ് ചോലിസ്ഥാൻ ഡെസേർട്ട് എന്നാണ് പാകിസ്ഥാനിൽ അറിയപ്പെടുന്നത്. അബൌട്ട് 2/3 ഓഫ് ദ താർ ഡെസേർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള താർ ഡെസേർട്ടിന്റെ 2/3 ഭാഗവും രാജസ്ഥാനിലും ബാക്കി വരുന്നത് ഹരിയാനയിലും പഞ്ചാബിലും ഗുജറാത്തിലുമായിട്ടാണ്. ചോദ്യം, എത്ര സംസ്ഥാനങ്ങളിലായിട്ട് താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നു? 4. ഏതൊക്കെ? R, H, P, G. രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്. അതിൽ തന്നെ 2/3 ഭാഗവും ഉൾപ്പെടുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലാണ്. ദ ഡെസേർട്ട് ഓൾസോ എക്സ്റ്റെൻസ് ഇൻ ടു ദ പഞ്ചാബ് ആൻഡ് സിന്ധ് പ്രൊവിൻസസ് ഓഫ് പാകിസ്ഥാൻ. ഞാൻ പറഞ്ഞു ഡെസേർട്ട് പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിലേക്ക്, അതിന്റെ നോർത്ത് പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിന്റെ സൗത്ത് പോർഷൻ നമ്മുടെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ റാൻ ഓഫ് കച്ച് ആണ്. സൗത്ത് പോർഷനിലെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ റാൻ ഓഫ് കച്ച് ആണ്. റെയിൻഫോൾ ഇൻ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ രാജസ്ഥാൻ ഈസ് വെരി സ്കാൻഡി ത്രൂ ഔട്ട് ദ ഇയർ. രാജസ്ഥാനിലെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ വെസ്റ്റേൺ പാർട്ടിൽ നമുക്കറിയാം മരുഭൂമി മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ റെയിൻഫോൾ ഇല്ലേ ഇല്ല. എന്തുകൊണ്ട്? അല്ലെങ്കിൽ വെരി സ്കാൻഡിയാണ്, വളരെ കുറവാണ്. എന്തുകൊണ്ട് നോക്കാം. ഒന്ന്, ദ അറേബ്യൻ ബ്രാഞ്ച് ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ enters Gujarat through the western coastal plain and passes parallel to the Aravalli mountains without entering the interior parts of the Rajasthan. വല്ല മനസ്സിലായോ? ഗുജറാത്ത് തീരസമതലത്തിലേക്ക് പ്രവേശിക്കുന്ന അറേബ്യൻ സീ ബ്രാഞ്ച് ആരവല്ലിക്ക് സമാന്തരമായിട്ട് പാരലലായിട്ട് കടന്നു പോവുകയും രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇന്റീരിയർ പാർട്സിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് രാജസ്ഥാൻ മരുഭൂമിയിൽ അല്ലെങ്കിൽ താർ മരുഭൂമിയിൽ മഴ ലഭിക്കാത്തത്, അല്ലെങ്കിൽ അത് മരുഭൂമിയായി മാറ്റപ്പെട്ടത്. ഓക്കെ, ഒന്ന് വരച്ച് കാണിച്ചു തരാം, നോക്കിക്കോ. ഗുജറാത്ത് തീരസമതലത്തിലേക്ക് പ്രവേശിക്കുന്ന അറേബ്യൻ സീ ബ്രാഞ്ച് ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ദക്ഷിണാർദ്ധ ഗോളം സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് ഇക്വേറ്റർ ക്രോസ് ചെയ്ത്, സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് ഇക്വേറ്റർ ക്രോസ് ചെയ്ത് നോർത്ത് ഹെമിസ്ഫിയറിലേക്ക് എത്തുന്ന കാറ്റുകൾ കോറിയോലിസ് എഫക്റ്റിനാൽ വലത്തോട്ട് റൈറ്റിലേക്ക് ഡിഫ്ലേറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇതാണ് അറേബ്യൻ സീ ബ്രാഞ്ച്. അറേബ്യൻ സി ബ്രാഞ്ചിന്റെ ഒരു പോർഷൻ വെസ്റ്റേൺ ഘട്ടിന്റെ ഭാഗത്തേക്കും അറേബ്യൻ സി ബ്രാഞ്ചിന്റെ സെക്കൻഡ് ബ്രാഞ്ച്, രണ്ടാമത്തെ ബ്രാഞ്ച് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി മേഖലയിലേക്കും വിന്ധ്യ സത്പുര റേഞ്ചസിനിടയിലൂടെ രണ്ടാമത്തെ ബ്രാഞ്ച്. ഒന്നാമത്തെ ബ്രാഞ്ചാണ് ഇതാണ് ഒന്നാമത്തെ ബ്രാഞ്ച്, വെസ്റ്റേൺ ഘട്ട്സിന്റെ ഭാഗത്തേക്ക് വരുന്നത്. ഇനി ഇതിന്റെ മൂന്നാമത്തെ ബ്രാഞ്ച് ഗുജറാത്ത് തീരസമതലത്തിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കും. പക്ഷെ ഇവിടെ ആരവല്ലി ഉണ്ടല്ലോ, ആരവല്ലി ഈ വരുന്ന കാറ്റുകളെ എന്ത് ചെയ്യുന്നു? ഈ ഭാഗത്തേക്ക് പോകാതെ നേരെ ആരവല്ലിക്ക് പാരലൽ ആയിട്ട് അതിനെ മൂവ് ചെയ്യിപ്പിച്ച് ഹിമാലയത്തിന്റെ പോർഷനിലേക്ക് കടത്തിവിടും. മനസ്സിലായോ? ദാറ്റ് മീൻസ് ആരവല്ലിക്ക് വെസ്റ്റിലേക്കുള്ള ആ നോർത്ത് വെസ്റ്റേൺ റീജിയൻ, അതായത് താർ ഡെസേർട്ട് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ റീജിയൻ എന്തായി മാറ്റപ്പെടും? വളരെ കുറഞ്ഞ മഴയുള്ള പ്രദേശമായി മാറ്റപ്പെടും. അപ്പം നിങ്ങൾ വിചാരിക്കും സൗത്ത് വെസ്റ്റ് മൺസൂൺ മാത്രമല്ലല്ലോ ഇന്ത്യക്ക് അറേബ്യൻ സി ബ്രാഞ്ച് മാത്രമല്ലല്ലോ, ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഇല്ലേ? ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെയാണ് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് പോകുന്നത്. അത് നേരെ പോയി
ആറക്കൻ ഹിൽസ് എന്നറിയപ്പെടുന്ന മ്യാൻമറിലെ കുന്നുകളിൽ ഇടിച്ച് അത് നേരെ തിരിച്ച് വീണ്ടും എങ്ങോട്ട് വരും? ഈ സുന്ദർബൻസ് ഡെൽറ്റ ഭാഗത്തെത്തും. ഈ സുന്ദർബൻസ് ഡെൽറ്റ ഭാഗത്ത് വെച്ച് ഇത് രണ്ടായിട്ട് ഈ കുന്നുകൾ ഇടിച്ച് ഒരു ബ്രാഞ്ച് നേരെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കും. ഇങ്ങനെ വെസ്റ്റ് ബംഗാൾ വഴി ഇന്ത്യയിലേക്ക് പ്രവേശിക്കും. ഒരു ബ്രാഞ്ച് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഹിൽസിലേക്ക് പോകും. ഇങ്ങനെ 2 ബ്രാഞ്ചാണ് ഉള്ളത് ഇതിന്. ഉണ്ടോ? നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക് പോകും ഒരു ബ്രാഞ്ച് നേരെ എങ്ങോട്ട് വരും? ഇന്ത്യക്കുള്ളിലേക്ക്, വെസ്റ്റ് ബംഗാൾ വഴി ഇന്ത്യക്കുള്ളിലേക്ക് പ്രവേശിക്കും. ഇതിനെയും ആര് തടയും? തന്നെ ഇങ്ങനെ നിൽക്കുന്ന ആരവല്ലി ഇതിനെയും തടയും. അതായത് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൽ നിന്നും അറേബ്യൻ സീ ബ്രാഞ്ചിൽ നിന്നും ആർക്ക് മഴ കിട്ടുന്നില്ല? ആരവല്ലിക്ക് മഴ കിട്ടുന്നില്ല. സോറി, താർ ഡെസേർട്ടിന് മഴ കിട്ടുന്നില്ല. ക്ലിയർ ആയില്ലേ? ഇനി ഇവിടെ ആരവല്ലി മൗണ്ടൻ റേഞ്ച് ഉണ്ടല്ലോ, ഈ അറേബ്യൻ സീ ബ്രാഞ്ച് ഇങ്ങനെയല്ലേ പോകുന്നത്? ഈ അറേബ്യൻ സീ ബ്രാഞ്ചിൽ നിന്ന് ആരവല്ലിയുടെ ഈസ്റ്റിലേക്ക് മഴ കിട്ടുന്നുണ്ട്. അതായത് മരുഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ആരവല്ലിക്ക് കിഴക്ക് ഭാഗത്ത് മഴ കിട്ടുന്നുണ്ട്. രാജസ്ഥാനിലെ ആളുകൾ കൃഷി ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ ആരവല്ലിയുടെ ഈ ഭാഗങ്ങളിലാണ്. മനസ്സിലായോ? അതായത് ആരവല്ലിയുടെ ഈസ്റ്റേൺ ഭാഗത്ത്, അതിൻ്റെ കിഴക്ക് ഭാഗത്ത് നമുക്കറിയാം അവിടെ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് നടക്കുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. അവിടെ ചെറിയ പച്ചപ്പ് ഉണ്ട്, ഗ്രീനറി ഉണ്ട്. അവിടെ ഗ്രൗണ്ട് വാട്ടർ സോഴ്സസ് ഉണ്ട് ആളുകൾക്ക്. മാത്രമല്ല അവിടെ കുറച്ച് അഗ്രികൾച്ചറൽ ലാൻഡ്സ് ഉണ്ട് ആ മേഖലയിൽ. ഈ കിഴക്ക് ഭാഗത്തായിട്ട് കാണും കേട്ടോ. അഗ്രികൾച്ചറൽ ലാൻഡ്സ് നമുക്ക് കുറച്ചധികം കാണാൻ സാധിക്കും ഈ മേഖലകളിലൊക്കെ. അല്ലാതെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് വളരെ ഡ്രൈ ആയിട്ടുള്ള അരിഡായിട്ടുള്ള മേഖലകളാണ്. അവിടെ ജലസേചനത്തിൻ്റെ സൗകര്യത്തോടെ മാത്രമേ കൃഷി നടക്കത്തുള്ളൂ. എന്ത് നടക്കത്തുള്ളൂ? കൃഷി നടക്കത്തുള്ളൂ. ക്ലിയർ ആയില്ലേ? ഈ വെസ്റ്റിലേക്ക് പോകുന്നതനുസരിച്ച് അത് കൂടുതൽ എന്താവുന്നു? അരിഡാവുന്നു. ഈസ്റ്റിലേക്ക് വരുമ്പോൾ ഇപ്പം ഇത് കണ്ടോ, ഈ മരുഭൂമിയെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് തെറ്റിത്, ഇതിനെ വിളിക്കുന്ന പേര് മരുസ്ഥലി എന്നാണ്. ഒന്ന് ഈ ഭാഗം. ഓക്കെ. ഇനി രണ്ടാമത്തെ ഭാഗം, ഇതിനെ വിളിക്കുന്ന പേര് രാജസ്ഥാൻ ബാഗർ എന്നാണ്. രണ്ടാമത്തെ പോർഷൻ രാജസ്ഥാൻ ബാഗർ കുറച്ച് വരേണ്ട ഭാഗമാണ്, ഇത് കൂടുതൽ വരേണ്ട ഭാഗം. ഒന്നെന്നിട്ടേക്കുന്നത് മരുസ്ഥലി എന്ന് അറിയപ്പെടുന്നത് പ്യൂർ ഡെസേർട്ടാണ്, പക്ക ഡെസേർട്ടാണ്. ഈ രണ്ടെന്നിട്ടേക്കുന്ന ഭാഗം, ആരവല്ലിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗം മരുസ്ഥലി ബാഗർ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ കുറച്ചൊക്കെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ആ ഭാഗത്തോടെ ലൂണി നദിയൊക്കെ ഒഴുകുന്നുണ്ട്. ഈ ബാഗർ മേഖലയിലൂടെയാണ് ലൂണി നദിയൊക്കെ ഒഴുകി പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് മഴ കിട്ടുന്നുണ്ട്. ലൂണി നമ്മൾ പറയുവാണെങ്കിൽ ആരവല്ലി എന്നാണ് ഉത്ഭവിക്കുന്നത്. ലൂണി ഇങ്ങനെയാണ് ലൂണി ഒഴുകി പോകുന്നത്. ഇങ്ങനെയാണ് ഒഴുകി പോകുന്നത്. നേരെ റാൻ ഓഫ് കച്ചിലേക്ക് വന്ന് പതിക്കുന്നു ലൂണി. ഉണ്ടോ? ആ ലൂണി ഒഴുകി പോകുന്നതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട്, കുറച്ച് ഫെർട്ടൈൽ ലാൻഡ് ഉണ്ട്. റോഹി എന്നൊക്കെ വിളിക്കുന്ന സ്ഥലങ്ങൾ. റോഹി എന്നാണ് ആ പ്രദേശത്തെ ആ ഫെർട്ടൈൽ പാച്ചസിനെ വിളിക്കുന്നത്. ലൂണിയുടെ ഇരുവശത്തുമായിട്ടൊക്കെ ഉള്ള ആ ഒരു ഫെർട്ടൈൽ പാച്ചസ്, അത് നമ്മൾ റോഹി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ചെറിയ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ ആരവല്ലിയുടെ ഈസ്റ്റിലും, അതായത് ഇതിലല്ലേ സൗത്ത് വെസ്റ്റ് മൺസൂൺ കടന്നു പോകുന്നത്, ആരവല്ലിയുടെ ഈസ്റ്റിലൂടെ, അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ചെറിയ രീതിയിലല്ല, അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ സാധിക്കും. അവിടെ നമുക്ക് മഴ കിട്ടും. മനസ്സിലായോ? ആരവല്ലിയുടെ ഈ പോർഷൻ ഇവിടെയൊക്കെ ഒരു 75 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് പുസ്തകത്തിൽ, ഈ ഭാഗത്ത് കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് മൺസൂണിൽ നിന്നും, അല്ലെങ്കിൽ രണ്ട് ബ്രാഞ്ചിൽ നിന്നും, സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ അറേബ്യൻ സീ ബ്രാഞ്ചിൽ നിന്നും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൽ നിന്നും മഴ ലഭിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ മൺസൂണോ, നോർത്ത് വെസ്റ്റ് മൺസൂണോ, അതും ഇങ്ങനെയാണ് കടന്നു പോകുന്നത് അല്ലേ? അത് ഈ പ്രദേശത്തേക്ക് വരുന്നത്, അതിൽ നിന്ന് തീരെ മഴ കിട്ടുന്നില്ല. ഇപ്പം തമിഴ്നാടിനൊക്കെ മഴ കിട്ടുന്ന മൺസൂൺ ഇല്ലേ, ഉണ്ടോ? ഇവർക്കൊക്കെ മഴ കിട്ടുന്ന മൺസൂൺ ഇല്ലേ? നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഒക്ടോബർ നവംബറിൽ നമ്മുടെ കേരളത്തിലെ തുലാവർഷം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആ കാലഘട്ടം, അവിടെ ഒട്ടും ആ സമയത്ത് തീരെ മഴ കിട്ടുന്നില്ല ഇവിടെ ഈ ഭാഗത്ത് കേട്ടോ. അതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. അപ്പോൾ എന്തായാലും മഴ വളരെ കുറവാണ് എന്നത് മനസ്സിലായില്ലേ? അത് അത്ര ഓർത്താൽ മതി. ഇനി അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ മഴ കിട്ടാത്തതെന്ന് ഞാൻ വരച്ച് പഠിപ്പിച്ചു. ഇനി ഇതങ്ങ് വായിച്ചാൽ മതി. സിൻസ് ദീസ് റെയിൻ ബിയറിംഗ് വിൻസ് ഡു നോട്ട് ഗെറ്റ് ഇൻ ടു ദ ഇൻറ്റീരിയർ ഓഫ് രാജസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ഈ ഈർപ്പവുമായിട്ട് വരുന്ന, മോയ്സ്ചറായിട്ട് വരുന്ന കാറ്റിന് പ്രവേശിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ദ ചാൻസസ് ഓഫ് റിസീവിങ് റെയിൻഫോൾ ഫ്രം ദ മൺസൂൺ വിൻസ് ഇൻ ദ ഇൻറ്റീരിയർ പാർട്സ് ഓഫ് രാജസ്ഥാൻ ഈസ് വെരി ലോ. രാജസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിൽ മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ദ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഓഫ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ബ്ലോ പാരലൽ ടു ദ ഹിമാലയൻ മൗണ്ടെയ്ൻസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. ഞാൻ പറഞ്ഞു ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും എങ്ങനെയാണ് കടന്നു പോകുന്നത്. ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്, ഇത് മൺസൂണിൻ്റെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്, ഇത് അറേബ്യൻ സീ ബ്രാഞ്ച്, ഇത് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. അതിൻ്റെ ഒരു പോർഷൻ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഹിമാലയത്തിന് സമാന്തരമായിട്ടാണ് കടന്നു വരുന്നത്. ഇങ്ങനെ കണ്ടോ, ഹിമാലയത്തിന് പാരലായിട്ടാണ് കടന്നു വരുന്നത്. അതും ചെക്ക് ചെയ്യപ്പെടും, ബ്ലോക്ക് ചെയ്യപ്പെടും. ആരാൽ ചെക്ക് ചെയ്യപ്പെടും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യപ്പെടും? ആരവല്ലിയാൽ ബ്ലോക്ക് ചെയ്യപ്പെടും. അത് എഴുതിയേക്കുന്നത് ഇവിടെ. ദ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഓഫ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ബ്ലോ പാരലൽ ടു ദ ഹിമാലയൻ മൗണ്ടെയ്ൻസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. ദ മൂവ്മെന്റ് ഓഫ് ദീസ് വിൻസ് ഈസ് ചെക്ക്ഡ് അല്ലെങ്കിൽ ബ്ലോക്ക്ഡ്. ഈ കാറ്റിന്റെ മൂവ്മെന്റും ഈസ് ചെക്ക്ഡ് ഓർ ബ്ലോക്ക്ഡ് ബൈ ദ അരാവല്ലി മൗണ്ടെയ്ൻസ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ.
കോൺസിക്വൻ്റ്ലി ദ താർ ഡെസേർട്ട് ആൻഡ് അഡ്ജോയിനിങ് പ്ലേസസ് ഡു നോട്ട് റിസീവ് റെയിൻ ഫ്രം ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഓഫ് ദ മൺസൂൺ വിൻസ്. അപ്പം അതുകൊണ്ട് തന്നെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൽ നിന്ന് ഇതിന് മഴ കിട്ടുന്നില്ല. ഓൾറെഡി അറേബ്യൻ സീ ബ്രാഞ്ചിൽ നിന്ന് മഴ കിട്ടുന്നില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൽ നിന്ന് മഴ കിട്ടുന്നില്ല. ഫർദർ മോർ ഹൈ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ആൻഡ് ദ അരിഡ് വിൻസ് ഇൻ ദീസ് ഏരിയാസ് റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് റെയിൻഫോൾ. ഈ മേഖലയിലെ ഉയർന്ന ചൂട് മൂലം ഉണ്ടാകുന്ന ഇവാപ്പറേഷൻ എന്ന് വെച്ചാൽ ബാഷ്പീകരണം, അതുപോലെ തന്നെ വരണ്ട കാറ്റുകളും കൂടുതൽ മഴയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ പ്രദേശത്തെ നയിക്കുന്നു. എ റീജൻ വിത്ത് ദ സെയിം അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ഒരേ അന്തരീക്ഷാവസ്ഥകൾ നിലനിൽക്കുന്ന ഒരു പ്രദേശം സ്വാഭാവികമായിട്ടും എന്തായി മാറ്റപ്പെടും? അല്ലെങ്കിൽ വരണ്ട അന്തരീക്ഷാവസ്ഥകൾ നിലനിൽക്കുന്ന ഒരു പ്രദേശം സ്വാഭാവികമായിട്ട് എന്തായി മാറ്റപ്പെടും? ഡെസേർട്ടായി മാറ്റപ്പെടും. കണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്താണ്? സെയിം അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, വരണ്ട അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ മില്യൺസ് ഓഫ് വർഷങ്ങൾ, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശം സ്വാഭാവികമായിട്ട് എന്തായി മാറ്റപ്പെടും? ഒരു ഡെസേർട്ട് അല്ലെങ്കിൽ മരുഭൂമിയായി മാറ്റപ്പെടും. ജോഗ്രഫിക്കലി, ഭൂമിശാസ്ത്രപരമായി താർ ഡെസേർട്ട് നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് മരുസ്ഥലി. മരുസ്ഥലി എന്ന് വെച്ചാൽ ദ അരിഡ് പ്ലെയിൻ ഓർ ദ ഡെസേർട്ട് പ്രോപ്പർ, അതായത് പ്രോപ്പർ ഡെസേർട്ട് റീജിയനാണ് മരുസ്ഥലി എന്ന് വിളിക്കുന്നത്. രണ്ട് രാജസ്ഥാൻ ബാഗർ, സെമി അരിഡ് പ്ലെയിൻ, പാതി വരണ്ട അർദ്ധവരണ്ട പ്രദേശങ്ങളെയാണ് രാജസ്ഥാൻ ബാഗർ എന്ന് വിളിക്കുന്നത്. ഞാൻ രണ്ടും വരച്ച് കാണിച്ചായിരുന്നു. പടിഞ്ഞാറ് പോകുന്നതനുസരിച്ച് മരുസ്ഥലി, അവിടുന്ന് ആരവല്ലിയുടെ അടുത്ത് വരുമ്പോൾ രാജസ്ഥാൻ ബാഗർ. അപ്പോൾ മരുസ്ഥലിയെ പറ്റി നമുക്ക് ആദ്യം നോക്കാം. മരുസ്ഥലി ഈസ് എ വാസ്റ്റ് സാൻഡി എക്സ്പാൻസ് വിത്ത് എ ഫ്യൂ ഔട്ട്ക്രോപ്സ് ഓഫ് ബെഡ് റോക്ക് കമ്പോസ്ഡ് ഓഫ് നെയ്സ്, ഷിസ്റ്റ്, ഗ്രാനൈറ്റ്. മരുസ്ഥലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാലമായ മണൽ പരപ്പുകളാണ്, സാൻഡി എക്സ്പാൻസ് ആണ്. ചിലയിടത്തായിട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഔട്ട്ക്രോപ്സ് ഓഫ്, ചിലയിടത്ത് മണ്ണിന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന പാറകൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്? മണൽ പരപ്പിന് പകരം, മണൽ കൂനകൾക്ക് പകരം ചിലയിടത്ത് നൈസിൻ്റെ ഷിസ്റ്റിൻ്റെ, ഗ്രാനൈറ്റിൻ്റെ ഒക്കെ പാറ കൂട്ടങ്ങൾ അല്ലെങ്കിൽ ബെഡ് റോക്സ് നമുക്ക് കാണാൻ സാധിക്കും. ദ ബെഡ് റോക്സ് ഇൻ ദിസ് റീജിയൻ പ്രൂവ് ദാറ്റ് ജോഗ്രഫിക്കലി ഇറ്റ് ഈസ് ദ നോർത്ത് വെസ്റ്റേൺ എക്സ്റ്റൻഷൻ ഓഫ് ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ. ഇവിടുത്തെ ഈ പറഞ്ഞ പാറകൾ, നൈസിൻ്റെ, ഗ്രാനൈറ്റിൻ്റെ ഒക്കെ ബെഡ് റോക്ക്, മണ്ണിന് മുകളിലേക്ക്, മണൽ പരപ്പിന് മുകളിലേക്ക് കാണപ്പെടുന്ന ഈ പാറകൾ നൽകുന്ന സൂചന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഉപദ്വീപ പീഠഭൂമിയുടെ നോർത്ത് വെസ്റ്റിലേക്കുള്ള എക്സ്റ്റൻഷൻ ആയിരുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് നൽകുന്നത്. മറ്റൊരു കൂട്ടരുടെ പഠനം പറയുന്നത് ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ഇൻ ദ മീസോസോയിക് ഇറ, അതായത് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ്, നമ്മൾ പറയുന്നത് ജുറാസിക്, മീസോസോയിക്, സെനോസോയിക് എന്നൊക്കെ പറയാറുണ്ട്, ജിയോളജിക്കൽ കാലഘട്ടത്തെ. കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം, നമ്മൾ ഇന്ന് കാണുന്ന മരുസ്ഥലി എന്ന പ്രദേശം കടലിനടിയിലായിരുന്നു എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട്. മറ്റൊരു കൂട്ടരുടെ അഭിപ്രായം അത് കടലിനടിയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് തെളിവുകളുമുണ്ട്. ദ എവിഡൻസ് അവൈലബിൾ അറ്റ് ദ വുഡ് ഫോസിൽ പാർക്ക് അറ്റ് അകാൽ ആൻഡ് മറൈൻ ഡെപ്പോസിറ്റ്സ് അറൌണ്ട് ബ്രംസാർ നിയർ ജയ്സാൽമീർ കൺഫേംസ് ഇറ്റ്. അതായത് അകാലിലെ വുഡ് ഫോസിൽ പാർക്കിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ചില സമുദ്ര നിക്ഷേപങ്ങളും അതുപോലെ തന്നെ ബ്രംസാർ മേഖലയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള മറൈൻ ഡെപ്പോസിറ്റ്സും ഒക്കെ, ജയ്സാൽമീറിനടുത്ത് ബ്രംസാർ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ചില മറൈൻ ഡെപ്പോസിറ്റ്സും ഒക്കെ ഇത് ഏകദേശം കൺഫേം ചെയ്യുന്നുമുണ്ട്. രണ്ട് തിയറീസ് ഉണ്ട്. ഒന്നത് നോർത്ത് ഉപദ്വീപ പീഠഭൂമിയുടെ പെനിൻസുലാർ പ്ലാറ്റ്യൂവിൻ്റെ നോർത്ത് വെസ്റ്റേൺ എക്സ്റ്റൻഷൻ ആണെന്നും കടലിനടിയിലാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നും രണ്ട് തരത്തിലുള്ള അഭിപ്രായം ഉണ്ട് ഈ പ്രദേശത്തെ പറ്റി. ദ ആവറേജ് എലവേഷൻ ഓഫ് ദിസ് റീജിയൻ ഈസ് ബിറ്റ്വീൻ 200 and 250 meters above mean sea level. സമുദ്രനിരപ്പിൽ നിന്നും, ശരാശരി സമുദ്രനിരപ്പിൽ നിന്നും 200 മുതൽ 250 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ഡെസേർട്സ്. ഇനി ഇവിടെ കാണപ്പെടുന്ന പാറകൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, മണൽ പരപ്പുകളാണ്, മണൽ കൂനകളാണ് ഈ മേഖല മുഴുവനായിട്ട്. ഇനി അവിടെ ചില മേഖലയിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? പാറകൾ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. ഒന്ന് ഗ്രാനൈറ്റ്, ഒന്ന് ഗ്രാനൈറ്റ്. എന്താണ് ഗ്രാനൈറ്റ്? ഗ്രാനൈറ്റ്സ് ആർ കൊയേഴ്സ് ഗ്രെയിൻഡ്, നല്ല ദൃഢമായ കട്ടിയുള്ള തരികളോട് കൂടിയ പാറകളാണ് ഏത് ഗ്രാനൈറ്റ്സ്. വലിപ്പം കുറഞ്ഞ നല്ല കൊയേഴ്സ് ആയിട്ടുള്ള, പരിക്കനായിട്ടുള്ള, അതാണ് മെയിനായിട്ട് പറയേണ്ടത്, പരിക്കനായിട്ടുള്ള തരികളോട് കൂടിയ പാറകളാണ് ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെന്താണ്? മാഗ്മ തണുത്തുറഞ്ഞാണ്, ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്ന മാഗ്മ തണുത്തുറഞ്ഞാണ്, അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ നിന്ന് ഭൂമിയുടെ ഉപരിതലം ലക്ഷ്യമാക്കി നീങ്ങുന്ന മാഗ്മ തണുത്തുറയുമ്പോഴാണ് ഗ്രാനൈറ്റ് ഉണ്ടാകുന്നത്. ഗ്രാനൈറ്റ് ഒരു ആഗ്നേയശിലയാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇഗ്നിയസ് റോക്സ് ആണ്. ഇനി അടുത്തത് എന്താണ്? നൈസ്. ഈ ഗ്രാനൈറ്റ് വർഷങ്ങൾ കൊണ്ട് അതിന് രൂപമാറ്റം സംഭവിക്കും, കായാന്തരീകരണം സംഭവിക്കും, മെറ്റമോർഫിസം സംഭവിക്കും. ഹൈ പ്രഷറിൽ, ടെമ്പറേച്ചറിൽ ഗ്രാനൈറ്റുകൾക്ക്
എന്ത് സംഭവിക്കുന്നു? മെറ്റമോർഫിസം സംഭവിക്കുന്നു. ഗ്നൈസ് ഈസ് ദ മെറ്റമോർഫോസ്ഡ് ഫോം ഓഫ് ഗ്രാനൈറ്റ് റോക്സ് പറഞ്ഞല്ലോ. ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ. കണ്ടോ, ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ കാരണം ഗ്രാനൈറ്റ് ശിലകൾക്ക് മെറ്റമോർഫിസം സംഭവിച്ചുണ്ടാകുന്ന ശിലകളാണ് ഏത്? നൈസ്. ഇനി മൂന്നാമത്തെ അവിടെ കാണപ്പെടുന്ന ശിലയാണ് ഷിസ്റ്റ്. എന്താണ് ഷിസ്റ്റ്? ഷിസ്റ്റും ഒരു മെറ്റമോർഫിക് റോക്കാണ്. ഷിസ്റ്റ് ഈസ് ഫോംഡ് മെയിൻലി ഡ്യൂ ടു ദ മെറ്റമോർഫിസം ഓഫ്. അപ്പോൾ ഇതൊരു മെറ്റമോർഫിക് റോക്കാണ്. മെറ്റമോർഫിസം എങ്ങനെ? ഉയർന്ന താപത്താൽ, മർദ്ദത്താൽ ശിലകൾക്ക് രൂപാന്തരം സംഭവിച്ച് പുതിയ ശിലകളായി മാറുന്നതിനെയാണ് മെറ്റമോർഫിസം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു മെറ്റമോർഫിക് റോക്കാണ് ഷിസ്റ്റും. സെഡിമെന്ററി റോക്സിന് മെറ്റമോർഫിസം സംഭവിച്ചിട്ടാണ് ഷിസ്റ്റ് ഉണ്ടാകുന്നത്. ഷെയിൽ പോലെയുള്ള സെഡിമെന്ററി റോക്സ് ഉണ്ടല്ലോ, ഷെയിൽ പോലെയുള്ള സെഡിമെന്ററി റോക്കുകൾക്ക് മെറ്റമോർഫിസം സംഭവിച്ചാണ് എന്തുണ്ടാകുന്നത്? ഷിസ്റ്റ് പോലെയുള്ള മെറ്റമോർഫിക് റോക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബെഡ് റോക്സ് ആയിട്ട് നമ്മളിവിടെ കാണുന്നത് മരുഭൂമിയിൽ, പ്രത്യേകിച്ച് എവിടെ? മരുസ്ഥലി മേഖലയിൽ കേട്ടോ. മരുസ്ഥലി മേഖല എന്ന് വെച്ചാൽ പ്യുവർ ഡെസേർട്ട് റീജിയൻ, പ്രോപ്പർ ഡെസേർട്ട് റീജിയൻ ആണ് മരുസ്ഥലി റീജിയൻ എന്ന് പറയുന്നത്. ഇൻ ജനറൽ the eastern part of the Marustali is rocky while its western part is covered by shifting dunes locally known as ദ്രിയാൻ. ആദ്യമായിട്ട് കേൾക്കും ഇത് ദ്രിയാൻ. എന്താണ് പറഞ്ഞത്? നമുക്കറിയാം ഇത് ഡെസേർട്ട് റീജിയൻ. നമുക്ക് ഒന്നുകൂടെ കാണാം. ഡെസേർട്ട് റീജിയനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. നോക്കൂ, ഡെസേർട്ട് റീജിയനെ രണ്ടായി തരംതിരിക്കാം. ഡെസേർട്സിന്റെ പടിഞ്ഞാറ് ഭാഗം എന്തെന്നറിയപ്പെടുന്നു? മരുസ്ഥലി എന്നറിയപ്പെടുന്നു. ഇനി ആരവല്ലിയോട് ചേർന്നുള്ള ഡെസേർട്ടിന്റെ ഭാഗം, ആരവല്ലിയോട് ചേർന്നുള്ള ഡെസേർട്ടിന്റെ ഈ ഭാഗം, ഇതിനെ മരുസ്ഥലി ബാഗർ എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ ഭാഗം മരുസ്ഥലി ബാഗർ. മരുസ്ഥലി ബാഗർ. ഇവിടെയാണ് എന്തുള്ളത്? ആരവല്ലി ഉള്ളത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഈ മരുസ്ഥലി, പ്രോപ്പർ ഡെസേർട്ട് റീജിയൻ മരുസ്ഥലി ആണല്ലോ. ഈ മരുസ്ഥലിയെ തന്നെ വീണ്ടും രണ്ടായിട്ട്, അതിന്റെ മരുസ്ഥലിയെ തന്നെ വീണ്ടും രണ്ടായി തരംതിരിക്കുകയാണ്. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത് ഇവര്? നോക്കിയേ, ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ മരുസ്ഥലി ഈസ് റോക്കി വൈൽ ഇറ്റ്സ് വെസ്റ്റേൺ പാർട്ട് ഈസ് കവേർഡ് ബൈ ഷിഫ്റ്റിംഗ് ഡൂൺസ് ലോക്കലി നോൺ ആസ് ദ്രിയാൻ. അതായത് ഈ മരുസ്ഥലിയുടെ ഈസ്റ്റേൺ പാർട്ട് പാറകളാലും അതിന്റെ വെസ്റ്റേൺ പാർട്ട്, മരുസ്ഥലിയുടെ വെസ്റ്റേൺ പാർട്ട് ഷിഫ്റ്റിംഗ് ഡ്യൂൺസ്, അതായത് കാറ്റടിച്ച് നമ്മൾ പറയാറില്ലേ മരുഭൂമിയിലെ മണൽ കൂനകൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറാറുണ്ടല്ലോ, അങ്ങനെ ഷിഫ്റ്റിംഗ് സാൻഡ് ഡ്യൂൺസ് കാണപ്പെടുന്ന മേഖലയാണ് അതിന്റെ വെസ്റ്റേൺ പാർട്ട്. ഇതിനെ ലോക്കലി, പ്രാദേശികമായിട്ട് ഈ ഷിഫ്റ്റിംഗ് ഡ്യൂൺസിനെ വിളിക്കുന്ന പേരാണ് ദ്രിയാൻ. മറക്കരുത്, എന്താണ് പേര്? ദ്രിയാൻ. ഞാൻ ഈ പുസ്തകത്തിലാണ് ഫസ്റ്റ് ടൈം ഈ പേര് കാണുന്നത്, വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇനി നമുക്ക് രണ്ടാമത് പഠിക്കേണ്ടത് ഈ പോർഷനാണ്. രണ്ടാമത് പഠിക്കേണ്ടത് ഈ പോർഷൻ. അതിന്റെ പേരാണ് നമ്മുടെ രാജസ്ഥാൻ ബാഗർ. ബാഗർ എന്ന് വിളിക്കുന്നു രണ്ടാമത്തെ സ്ഥലം. മരുസ്ഥലി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് രാജസ്ഥാൻ ബാഗർ. അപ്പോൾ മരുസ്ഥലിയെ പറ്റിയാണ് ഇത്ര നേരം പറഞ്ഞത്. ഇനി രണ്ടാമത്തെ രാജസ്ഥാൻ ബാഗറിലേക്ക് പോകാം. ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ താർ ഡെസേർട്ട് അപ് ടു ദ ആരവല്ലി റേഞ്ച് ഈസ് എ സെമി ആരിഡ് പ്ലെയിൻ. അർദ്ധവരണ്ട പ്രദേശമാണ്. പ്രോപ്പർ മരുഭൂമി എന്ന് പറയാൻ പറ്റത്തില്ല, അർദ്ധവരണ്ട പ്രദേശമാണ് രണ്ടാമത്തെ ഭാഗം. പ്രോപ്പർ മരുഭൂമി ഏതാ? മരുസ്ഥലിയാണ്. അടുത്തത് അർദ്ധവരണ്ട പ്രദേശമാണ്, ആരവല്ലിയോട് ചേർന്നുള്ള അർദ്ധവരണ്ട പ്രദേശം, വിച്ച് ഈസ് നോൺ ആസ് രാജസ്ഥാൻ ബാഗർ. ഇറ്റ് ഈസ് ഡ്രെയിൻഡ് ബൈ സെവറൽ ഷോർട്ട് സീസണൽ റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ ആരവല്ലി. ആരവല്ലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ധാരാളം സീസണൽ റിവേഴ്സ്, അതായത് മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്ന, വരണ്ട കാലത്ത് വറ്റിപ്പോകുന്ന, ചൂട് കാലത്ത് വറ്റിപ്പോകുന്ന, ഇല്ലാണ്ടാവുന്ന ധാരാളം നദികളാൽ സമ്പന്നമാണ്, അല്ലെങ്കിൽ നദികൾ ഒഴുകി പോകുന്ന മേഖലയാണ് രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത്. ഇനി ആ രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനം മരുഭൂമിയുടെ 2 ഭാഗവും കാണപ്പെടുന്ന അത് മാത്രം നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇതാണ് ഒന്നാമത്തതാണ് ഏത്? മരുസ്ഥലി. ഇതാണ് പ്രോപ്പർ മരുഭൂമി, മരുസ്ഥലി. ഇതാണ് രാജസ്ഥാൻ ബാഗർ 2. രാജസ്ഥാൻ ബാഗർ എന്നറിയപ്പെടുന്ന ഭാഗം. ഇതാണ് ആരവല്ലി. അപ്പൊ ആരവല്ലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ധാരാളം നദികൾ, ആരവല്ലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ധാരാളം നദികൾ, ലൂണി പോലെയുള്ള നദികൾ ഈ രാജസ്ഥാൻ ബാഗറിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. മരുസ്ഥലിയെ പറ്റി എന്നാ പറഞ്ഞേ? മരുസ്ഥലിയുടെ ഈസ്റ്റേൺ പോർഷൻ, ഇവിടെ നൈസ്, ഗ്രാനൈറ്റ്, ഷിസ്റ്റ് പോലെയുള്ള ബെഡ് റോക്സ് ധാരാളം കാണപ്പെടുന്ന മേഖലയാണ്. ഇങ്ങോട്ട് സാൻഡ് ഡ്യൂൺസ്, ഇവിടെ വെസ്റ്റിലേക്ക് സാൻഡ് ഡ്യൂൺസ്, ഷിഫ്റ്റിംഗ് സാൻഡ് ഡ്യൂൺസ് ആണ്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ്രിയാൻ. ലോക്കലി വിളിക്കുന്ന പേരാണ് ദ്രിയാൻ. ക്ലിയർ അല്ലേ? ഇനി ആരവല്ലിക്ക് ഈസ്റ്റിലേക്ക് നിങ്ങൾ നോക്കിക്കേ. സോ നമുക്ക് ആരവല്ലി ഒന്ന് മാർക്ക് ചെയ്യാം. ആരവല്ലിക്ക് ഈസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? ഇവിടെ ഇത് കണ്ടോ? അഗ്രികൾച്ചർ റീജിയൻ ആണ് ഇതൊക്കെ.
ഈ കാണുന്നത് അഗ്രികൾച്ചർ റീജിയനാണ്, അഗ്രികൾച്ചർ റീജിയൻ അല്ലേ, അഗ്രികൾച്ചർ റീജിയനാണ്. അതുപോലെ തന്നെ ഇതും എന്താണ്, ഇതിൻ്റെ ഈ ഭാഗമൊക്കെ എന്താണ്, അഗ്രികൾച്ചറൽ റീജിയനാണ്, അഗ്രികൾച്ചറൽ റീജിയനാണ്. ക്ലിയർ. ഇതിലൂടെ ഇങ്ങനെ ഒരു കനാൽ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് ഈ ഭാഗത്തൂടെ, നമ്മൾ മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ഈ കനാൽ കണ്ടോ, ഇതിനാണ് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് വിളിക്കുന്നത്. ഇന്ദിരാഗാന്ധി കനാൽ, മരുസ്ഥലി റീജിയനിലൂടെ കടന്നു പോകുന്ന ഈ കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ കേട്ടോ, ഇന്ദിരാഗാന്ധി കനാൽ. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ഈ പറഞ്ഞേക്കുന്നത്. എന്താണ് രാജസ്ഥാൻ ബാഗർ എവിടെയാണ്, ഏത് അതിലൂടെ ലൂണി പോലെയുള്ള നദികൾ കടന്നു പോകുന്നത് ബാഗർ മേഖലയാണ്. ബാഗർ ഏതാണെന്ന് മറന്നു പോരുത്, ഇതാണ് ബാഗർ കേട്ടോ. രാജസ്ഥാൻ ബാഗർ മേഖല ആരവല്ലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ്, അർദ്ധവരണ്ട പ്രദേശമാണ് ബാഗർ. ഇതിലൂടെ ലൂണി പോലെയുള്ള നദികൾ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഈ ഭാഗത്തൂടെ. ദീസ് റിവേഴ്സ് മേക്ക് അഗ്രികൾച്ചർ പോസിബിൾ ഇൻ സം പാച്ചസ് ഓഫ് ഫെർട്ടൈൽ ട്രാക്സ് കോൾഡ് രോഹി. ഞാൻ രോഹിയെ പറ്റി പറഞ്ഞായിരുന്നു അല്ലെ. ഈ നദികൾ കാരണം ഇവിടെ അഗ്രികൾച്ചർ പോസിബിൾ ആണ്, കൃഷി പോസിബിൾ ആണ് അല്ലേ. നദിയുടെ ഈ വശങ്ങളിലുള്ള ബലഭൂഷ്ടമായ പ്രദേശങ്ങൾ, അതായത് റോഹി എന്നറിയപ്പെടുന്ന ബലഭൂഷ്ടമായ പ്രദേശങ്ങൾ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് റോഹി, ഇമ്പോർട്ടൻ്റ് ആണ്. ദ്രിയാൻ പോലെ, ദ്രിയാൻ മൺകൂനകൾ, മണൽ കൂനകളാണ് ദ്രിയാൻ. റോഹി എന്താണ്, ഫെർട്ടൈൽ ലാൻഡാണ്, നദിയോട് സമീപമുള്ള ഫെർട്ടൈൽ ലാൻഡാണ്, കൃഷി സാധ്യമായ മേഖലയാണ്. ഈവൻ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് റിവർ ഇൻ ദിസ് ഏരിയ, ദ ലൂണി, ഈസ് എ സീസണൽ റിവർ വിച്ച് ഫ്ലോസ് ടുവേർഡ്സ് ദ റാൻ ഓഫ് കച്ച്. ഉണ്ടോ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നദി, അതായത് രാജസ്ഥാൻ ബാഗറിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രമുഖനായ നദി ലൂണി ആണെങ്കിൽ പോലും അതും ഒരു സീസണൽ റിവറാണ്. വേനൽക്കാലത്ത് പൂർണ്ണമായിട്ടും എന്തായി പോകുന്നു, ഇത് വറ്റിപ്പോകുന്നു, വരണ്ടു പോകുന്നു. ദ സാൻഡി പ്ലെയിൻ ടു ദ നോർത്ത് ഓഫ് ദ ലൂണി റിവർ ഈസ് കോൾഡ് താലി. മറക്കരുത്, എന്താണ് താലി എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ എന്താണ്, ലൂണി നദിയുടെ വടക്ക് ഭാഗത്തായി കാണപ്പെടുന്ന മണൽ നിറഞ്ഞ സമതല പ്രദേശങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, താലി എന്ന് വിളിക്കുന്നത് കേട്ടോ. ദ രാജസ്ഥാൻ ബാഗർ റീജിയൻ ഹാസ് സെവറൽ സാൾട്ട് ലേക്സ്. ധാരാളം ഉപ്പ് തടാകങ്ങൾ രാജസ്ഥാൻ ബാഗർ മേഖലയിലുണ്ട്. ലൂണി നദി പോലെ രാജസ്ഥാൻ ബാഗറിൽ ധാരാളം ഉപ്പ് തടാകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? മരുസ്ഥലിയിൽ എന്താ, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. മരുസ്ഥലിയിൽ കുറേ പാറകൾ, നൈസ് പോലെയുള്ള പാറകളും മണൽ കൂനകൾ, ദ്രിയാൻ പോലെയുള്ള ഷിഫ്റ്റിംഗ് സാൻഡ് ഡ്യൂൺസ് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഈ രാജസ്ഥാൻ ബാഗറിലാണ് പഠിക്കുന്നത് അല്ലേ. ലൂണി നദി ഒഴുകുന്ന രാജസ്ഥാൻ ബാഗറിലാണ്. ധാരാളം ഉപ്പ് തടാകങ്ങളുണ്ട്. ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് എമംഗ് ദം ആൻഡ് ദ ലാർജസ്റ്റ് എമംഗ് ദം ഈസ് സാമ്പാർ ലേക്ക്. ഈ മരുസ്ഥലി ബാഗർ മേഖലയിലെ രാജസ്ഥാനിലെ ഏറ്റവും വലിയ ഉപ്പ് തടാകം അല്ലെങ്കിൽ ലവണ തടാകം, സോൾട്ട് ലേക്ക് എന്ന് പറയുന്നത് സാമ്പാർ ലേക്കാണ്, വിച്ച് ഈസ് സിറ്റുവേറ്റഡ് എബവ് 65 കിലോമീറ്റർ വെസ്റ്റ് ഓഫ് ജയ്പൂർ. ജയ്പൂരിന് 65 കിലോമീറ്റർ പടിഞ്ഞാറായിട്ട് സാമ്പാർ തടാകമുണ്ട്. ഈ മേഖലയിലെ ഏറ്റവും വലിയ ലവണജല തടാകം എന്ന് സാമ്പാർ തടാകം അറിയപ്പെടുന്നു. ഇറ്റ് ഒക്കുപ്പൈസ് ആൻ ഏരിയ ഓഫ് അബൌട്ട് 225 സ്ക്വയർ കിലോമീറ്റർ ഡ്യൂറിംഗ് ദ റെയിനി സീസൺ ബട്ട് ഷ്രിങ്സ് കൺസിഡറബിളി ഇൻ ദ ഡ്രൈ സീസൺ. റെയിനി സീസണിൽ ഏകദേശം 225 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിക്കുന്ന ഈ സാമ്പാർ തടാകം ഡ്രൈ സീസൺ ആകുമ്പോൾ എന്തായി മാറുന്നു, വരണ്ട കാലം, ഉഷ്ണകാലമായി മാറുമ്പോൾ കൺസിഡറബിളി ഷ്രിങ്ക് ചെയ്യുന്നു, കുറഞ്ഞു പോകുന്നു. ദ ദിദ്വാന, സർഗോൾ ആൻഡ് ദ ഖാട്ടു ആർ ദ അതർ ഇമ്പോർട്ടൻറ്റ് ലേക്സ് ഇൻ ദിസ് റീജിയൻ. ദീസ് ലേക്സ് ആർ യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഫോർ സാൾട്ട് പ്രൊഡക്ഷൻ. ഈ തടാകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സോൾട്ട് പ്രൊഡക്ഷൻ വേണ്ടി. കണ്ടോ, സാമ്പാർ തടാകത്തിലെ ഒരു സോൾട്ട് പാനാണ്, ഉപ്പ് പാടമാണ് നിങ്ങൾ കാണുന്നത്. കാരണം എന്നാ, ഈ തടാകത്തിലെ വെള്ളം ഉഷ്ണകാലമാകുമ്പോൾ വറ്റിപ്പോകുന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ തടാകത്തിലെ വെള്ളം വേനൽക്കാലത്ത് എന്ത് ചെയ്യപ്പെടും, വറ്റിപ്പോകുന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞു. കാരണം ഹൈ ലെവൽ ഓഫ് ഇവാപറേഷനാണ്, വെള്ളം മുഴുവൻ വറ്റിപ്പോകും. വെള്ളം വറ്റിപ്പോകുന്നുള്ളൂ, വെള്ളത്തിനകത്ത് ധാരാളം ലവണാംശമുണ്ട്. കാരണം മരുഭൂമി മണലിൻ്റെ ഒരു പ്രത്യേകത, മില്യൺസ് ഓഫ് ഇയേഴ്സ് അതിനകത്ത് ഇവാപറേഷൻ നടന്നതിനകത്ത് സോൾട്ടിൻ്റെ അംശമുണ്ട്. ഇനി അവിടെ തടാകങ്ങൾക്കകത്ത് ഈ പറഞ്ഞ മണലിലെ സോൾട്ടിൻ്റെ അംശം തടാകത്തിലെ വെള്ളത്തിൽ വന്നു നിറയും. ദാറ്റ് മീൻസ് വെള്ളം ഉപ്പ് വെള്ളമാണ്, അല്ലെങ്കിൽ ലവണാംശമുള്ള വെള്ളമാണ്. നല്ല വെയിലേറ്റ് ഈ വെള്ളം വറ്റിപ്പോവും, ചൂടേറ്റ് ഹൈ ഇവാപറേഷൻ നടക്കുമ്പോൾ വെള്ളം വറ്റിപ്പോവും. പക്ഷേ വെള്ളത്തിനകത്തുള്ള സോൾട്ട്, ലവണാംശം അവിടെ തന്നെ അടിയും. അത് ഇവാപറേറ്റ് ചെയ്ത് പോകത്തില്ല. ജലം മാത്രമല്ല ഇവാപറേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ജലത്തിന് മാത്രമല്ല ഇവാപറേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ഇവാപറേറ്റ് ചെയ്ത് പോകാൻ സാധിക്കത്തുള്ളൂ. ലവണാംശങ്ങൾ അവിടെ ആ മണലിൽ തന്നെ അടിയും. അങ്ങനെ അടിഞ്ഞടിഞ്ഞ് കുറേ ലെവലിൽ ഈ പറഞ്ഞ ലവണാംശം അടിഞ്ഞടിഞ്ഞുണ്ടാകുന്നതാണ് ഈ ഉപ്പെന്ന് പറയുന്നത്. ഇതാണ് ഉപ്പ് പാടങ്ങൾ. മനസ്സിലായി? ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ ഈ ഉപ്പ് കയറ്റി അയക്കുന്നത്. ഈ ഉപ്പ് പാടങ്ങളിൽ നിന്നാണ് ഉപ്പ് കയറ്റി അയക്കുന്നത്. ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജലത്തെ ഇങ്ങനെ വരമ്പ് കെട്ടി തടഞ്ഞു നിർത്തും. ചിലയിടങ്ങൾ അവരുടെ ഉപ്പ് പാടങ്ങൾ, അവരുദ്ദേശിക്കുന്ന പ്രദേശങ്ങൾ ഇങ്ങനെ വരമ്പ് കെട്ടി തടയും. എന്നിട്ട് ആ വെള്ളം സ്വാഭാവികമായിട്ട് ഇവാപറേറ്റ് ചെയ്ത് പോകാൻ അനുവദിക്കും. അതിനകത്തുള്ള ഉപ്പ് അവരെന്ത് ചെയ്യും, ഇതേപോലെ കൂന കൂട്ടിയെടുത്ത് അവർ കയറ്റുമതി ചെയ്യും. ഇനി ലൂണിയെ പറ്റി, രാജസ്ഥാൻ ബാഗറിലെ പ്രധാനപ്പെട്ട നദിയാണല്ലോ ലൂണി. ലൂണിയെ പറ്റി പുസ്തകത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. റിവർ ലൂണി ഒറിജിനേറ്റ്സ് ഫ്രം ദ ആരവല്ലി മൗണ്ടൻ റേഞ്ച് നിയർ അജ്മീർ. അജ്മീറിനടുത്ത്
ആരവല്ലി കുന്നുകളിലാണ് ലൂണി ഉത്ഭവിക്കുന്നത്. പുഷ്കർ വാലിയിൽ നിന്നാണ് ലൂണി ഉത്ഭവിക്കുന്നത് എന്ന് NCERT ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. പുഷ്കർ താഴ്വരയിൽ നിന്ന്, ആരവല്ലിയിലെ പുഷ്കർ താഴ്വരയിൽ നിന്ന്, അജ്മീർ എന്ന സ്ഥലത്തിനടുത്ത്. ഇറ്റ് ഈസ് എ നോൺ പെരിനിയൽ റിവർ. പെരിനിയൽ റിവർ എന്ന് പറഞ്ഞാൽ എന്താ? വർഷം മുഴുവൻ ജലം കാണുന്ന നദികളെയാണ് നമ്മൾ പെരിനിയൽ റിവർ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇതെന്താണ്? നോൺ പെരിനിയലാണ്, വേനൽക്കാലത്ത് വറ്റിപ്പോകുന്ന നദികളാണ്. റിവർ ലിൽറി, റിവർ സുക്രി, റിവർ ജവായി ആർ ഇറ്റ്സ് മേജർ ട്രിബ്യൂട്ടറീസ്. സുക്രി, ജവായി, ലിൽറി തുടങ്ങിയവ ലൂണിയുടെ പ്രസിദ്ധമായിട്ടുള്ള പോഷക നദികളാണ്. ദ റിവർ ടേക്സ് ഇറ്റ്സ് നെയിംസ് ഫ്രോം ദ സാൻസ്കൃത് വേർഡ് ലവണവാരി. ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് നദിക്ക് ലൂണി എന്ന പദം വന്നത്. ഈ വാക്കിൻ്റെ അർത്ഥം സോൾട്ട് റിവർ, ഉപ്പ് നദി എന്നാണ്. ലവണവാരി എന്ന സംസ്കൃത പദത്തിനർത്ഥം ഉപ്പ് നദി എന്നാണ്. ആഫ്റ്റർ ഫ്ലോയിങ് എ ഡിസ്റ്റൻസ് ഓഫ് അബൌട്ട് 482 കിലോമീറ്റർ, കേട്ടോ, ലൂണിയുടെ ആകെ ദൂരം 482 കിലോമീറ്റർ. റിവർ എങ്ങോട്ടേക്ക് ഡിസപ്പിയർ ചെയ്യുന്നു? റാൻ ഓഫ് കച്ചിലേക്ക് എന്ന് അപ്രത്യക്ഷമാവുന്നു. റാൻ ഓഫ് കച്ച് ഒരു ചതുപ്പ് നിലമാണ്. ഗുജറാത്തിലാണ് റാൻ ഓഫ് കച്ച്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ റാൻ ഓഫ് കച്ചിനെ പറ്റിയൊക്കെ പഠിച്ചതാണ്. ഓക്കെ, ഇനി മതി, ഇത്രേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിൽ ആദ്യം രാജസ്ഥാൻ ഡെസേർട്ട്, മരുഭൂമിയെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. മരുഭൂമിയുടെ അതിർത്തികൾ, എന്തുകൊണ്ട് അവിടെ മഴ കിട്ടുന്നില്ല, അത് എന്തുകൊണ്ട് മരുഭൂമിയായി മാറി, മരുഭൂമിയുടെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? 2 തരം ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. ഒന്ന് മരുസ്ഥലി, ഒറിജിനൽ പ്രോപ്പർ ഡെസേർട്ട് റീജിയൻ മരുസ്ഥലി. 2 രാജസ്ഥാൻ ബാഗർ. രാജസ്ഥാൻ ബാഗറിലൂടെയാണ് ലൂണി ഒഴുകുന്നത്. ഈ ലൂണിയുടെ ഇരുവശത്തുമുള്ള ഫെർട്ടൈൽ പാച്ചസ് ആണ്, അതിനോട് ചേർന്നുള്ള ഫെർട്ടൈൽ പാച്ചസ് ആണ് റോഹി എന്നറിയപ്പെടുന്നത്. ഇനി ലൂണിയുടെ വടക്ക് ഭാഗത്തുള്ള മണൽ പരപ്പാണ് എന്തെന്നറിയപ്പെടുന്നത്? താലി എന്നറിയപ്പെടുന്നത്. ഇനി മരുസ്ഥലിയിലുള്ള മണൽ കൂനകളാണ്, പ്രോപ്പർ ഡെസേർട്ട് ആണല്ലോ മരുസ്ഥലി, അവിടെയുള്ള മണൽ കൂനകളാണ് ദ്രിയാൻ. അവിടുത്തെ ലോക്കൽ നെയിമാണ്, അതിൻ്റെ പ്രാദേശിക പേരാണ് ദ്രിയാൻ എന്നത്, ഷിഫ്റ്റിംഗ് സാൻഡ് ഡ്യൂൺസ്. ഇനി രാജസ്ഥാൻ ബാഗർ മേഖലയിൽ, രാജസ്ഥാൻ ബാഗർ മേഖല, അതായത് സെമി അരിഡ് ആയിട്ടുള്ള അർദ്ധവരണ്ട പ്രദേശം, അവിടെയാണ് ലൂണി ഒഴുകുന്നത്. ലൂണിയുടെ ഉത്ഭവം, അത് ഒഴുകി പോകുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് ഒക്കെ നമ്മൾ പറഞ്ഞു. ലൂണിയുടെ പോഷക നദികൾ ലിൽറി, സുക്രി, ജവായി ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി അവിടെ തന്നെ സാമ്പാർ, ദിദ്വാന, സർഗോൾ, ഘാട്ടു പോലെയുള്ള ഉപ്പ് തടാകങ്ങളുണ്ട്. അത് വേനൽക്കാലത്ത് വറ്റിപ്പോകുമ്പോൾ ആളുകൾ അവിടെ ഉപ്പ് നിർമ്മിക്കുന്നു ആ മേഖലയിൽ. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഹൈ ഇവാപ്പറേഷനാണ്, ഇവിടുത്തെ ഉപ്പിൻ്റെ സാന്നിധ്യം കൂടാനുള്ള കാരണം ഇവാപ്പറേഷനാണ്. മില്യൺസ് ഓഫ് ഇയേഴ്സ് മഴ ലഭിക്കാതെ വരുമ്പോൾ മണ്ണിൽ എന്ത് അടിയും? ഈ സോൾട്ടിൻ്റെ അംശം കൂടും അല്ലേ? അതുകൊണ്ട് അവിടെയുള്ള തടാകങ്ങളിലും നദികളിലും ഒക്കെ എന്തുണ്ടാവും? സോൾട്ടിൻ്റെ അംശം ഉണ്ടാവും. മാത്രമല്ല, ഈ സോൾട്ടിൻ്റെ അംശം അധികരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഇത് എൻഹാൻസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? വീണ്ടും അവിടെ ഇവാപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമല്ലേ? ജലം വരുന്നു, ജലം ഈ മരുഭൂമിയിലെ മണലിലെ സോൾട്ടുമായിട്ട് മിക്സ് ആവുന്നു, സൊല്യൂബിൾ ആവുന്നു. ഈ സോൾട്ട് ഈ ജലത്തിൽ സൊല്യൂബിൾ ആവുന്നു. ജലം ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ആ സോൾട്ട് അവിടെ നിക്ഷേപിക്കപ്പെടുന്നു. വീണ്ടും അവിടെ വെള്ളം വരുന്നു. ആ വെള്ളം ഈ പഴയ സോൾട്ടുമായിട്ട് വീണ്ടും സൊല്യൂബിൾ ആവുന്നു, അല്ലെങ്കിൽ അതിനകത്ത് സൊല്യൂബിൾ ആവുന്നു. വീണ്ടും ഈ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്തു പോകുന്നു, വീണ്ടും അതിനകത്ത് സോൾട്ട് അടിയുന്നു. ഇങ്ങനെ ഹൈ ലെവൽ ഓഫ് ഇവാപ്പറേഷൻ നടന്ന് സോൾട്ട് എൻഹാൻസ് ചെയ്യപ്പെടുന്നു, അതിനകത്ത് അധികരിക്കപ്പെടുന്നു. ആ മണലിൽ അല്ലെങ്കിൽ ആ മേഖലയിൽ, ആ ജലത്തിലൊക്കെ സോൾട്ട് അധികരിക്കപ്പെടുന്നത്, വർദ്ധിക്കപ്പെടുന്നത് വീണ്ടും വീണ്ടും ഇവാപ്പറേഷൻ നടക്കുന്നത് കൊണ്ടാണ് അല്ലേ? മില്യൺസ് ഓഫ് ഇയേഴ്സ് മഴ ലഭിക്കാതെ വരണ്ട പ്രദേശങ്ങൾ സ്വാഭാവികമായിട്ട് എന്തായി പോകാം? ലവണ മേഖലകളായി മാറാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നും പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ പ്രദേശം അവിടെ ഉപ്പ് തടാകങ്ങൾ, ഉപ്പ് നദികൾ കാണപ്പെടുന്നു ചോദിച്ചാൽ അവിടുത്തെ ഇവാപ്പറേഷനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ. ആ മണ്ണിലെ സോൾട്ടിൻ്റെ അംശമാണ് അതിൻ്റെ റീസൺ. അവിടുത്തെ ആൽക്കലിയുടെ ബേസിൻ്റെ അംശമാണ് അതിൻ്റെ റീസൺ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഓർക്കുക. പിന്നെ ആ ഭാഗത്തോട് ഒഴുകുന്ന നദിയെപ്പറ്റി, ലൂണിയെപ്പറ്റി പറഞ്ഞു, സാമ്പാർ തടാകത്തെ പറ്റി പറഞ്ഞു. ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷനെ പറ്റി, ആരവല്ലിയോട് ചേർന്ന് കിടക്കുന്നത് രാജസ്ഥാൻ ബാഗർ, അർദ്ധവരണ്ട പ്രദേശം. ഇനി അവിടെ നിന്ന് പിന്നെയും മാറി കിടക്കുന്നത്, കുറച്ചുകൂടെ പടിഞ്ഞാറോട്ട് കിടക്കുന്നത് ഏതാണ്? നമ്മുടെ മരുസ്ഥലി മേഖല, അതാണ് പ്രോപ്പർ ഡെസേർട്ട് മേഖല. അരിഡ് റീജിയൻ, വരണ്ട പ്രദേശം അതാണ്. അവിടെ തന്നെ ഗ്രാനൈറ്റ്, നൈസൊക്കെ പോലെയുള്ള ബെഡ് റോക്സ് ഉണ്ട് ആ മേഖലയിൽ. ഉപദ്വീപ പീഠഭൂമിയുടെ തുടർച്ചയായിട്ട് പറയപ്പെടുന്നു ആ മേഖല. അത് മെസോസോയിക് കാലഘട്ടത്തിൽ സമുദ്രത്തിനടിയിലായിരുന്നു എന്നും പറയുന്നുണ്ട്. അതിൻ്റെ തെളിവുകളൊക്കെ ജയ്സാൽമീറിനടുത്ത് ഭ്രംസാർ മേഖലയിൽ നിന്നും അകാലിലെ വുഡ് ഫോസിൽ പാർക്കിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ അതും ശരിവെക്കുന്നുണ്ട് ചില ആളുകൾ. 2 തിയറീസാണുള്ളത്. അപ്പം ഇങ്ങനെ വിശാലമായിട്ട് എല്ലാ അർത്ഥത്തിലും മുഴുവൻ ഈ പോർഷൻ കവർ ചെയ്യത്തക്ക രീതിയിൽ നമ്മളിത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കാര്യങ്ങളിൽ വ്യക്തത വന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഇവിടെ കാണപ്പെടുന്ന ലാൻഡ് ഫോംസ്, ഇവിടുത്തെ ജനജീവിതം, ഇവിടുത്തെ ക്ലൈമറ്റ്, മണ്ണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.